കുട്ടികളുടെ അക്രമവും ലഹരി വ്യാപനവും തടയാൻ കർമ്മ പദ്ധതി തയ്യാറാക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ. ഇതിനായി അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, സിനിമ, മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവരുടെ യോഗം വിളിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞു. സിനിമ വലിയ ദുസ്വാധീനമുണ്ടാക്കുന്നതായി മുഖ്യമന്ത്രി സഭയിൽ അഭിപ്രായപ്പെടുകയും ചെയ്തു. പ്രചാരണം മാത്രമല്ല, കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. ലഹരി വല പൊട്ടിക്കാൻ കേരളം ഒറ്റക്കെട്ടോ എന്നാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം MLA-മാരായ ശ്രീ M. വിജിൻ CPM, റോജി M. ജോൺ കോൺഗ്രസ്, ഒപ്പം BJP പ്രതിനിധീകരിച്ച ശ്രീ പ്രിന്റു മഹാദേവ്, മുൻ SP ശ്രീ സുഭാഷ് ബാബു, മനഃശാസ്ത്ര വിദഗ്ധനായ ശ്രീ സോണി തോമസ് എന്നിവരും ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ M. വിജിൻ, ലഹരി വ്യാപനം, വളർന്നു വരുന്ന ആക്രമണോത്സുകത, ഇത് തടയാൻ എന്ത് ആക്ഷൻ എന്നുള്ളതാണല്ലോ പ്രധാനം. സർക്കാർ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഇപ്പോൾ ഉപദേശം സാധാരണ നിലയിൽ ആർക്കും നൽകാവുന്നതാണ്. കുട്ടികളെ പൂവിനെയും പൂത്താങ്കിരിയെയും പൂമ്പാറ്റയെയും കാണിച്ച് വളർത്തണമെന്നൊക്കെ പ്രസംഗിക്കുന്നതിനപ്പുറത്ത് എന്ത് ഈ സന്നിഗ്ധ ഘട്ടത്തിൽ സർക്കാർ ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇന്ന് കേരള നിയമസഭയും അതോടൊപ്പം മാതൃഭൂമിയുടെ ഇന്ന് നമ്മൾ ഈ സൂപ്പർ പ്രൈം ടൈമിൻ്റെ ഈ പ്ലാറ്റ്ഫോമിലും നിർവഹിക്കുന്നത്. കാരണം സമീപകാലത്ത് ഉണ്ടായ സംഭവവികാസങ്ങൾ അത് രാഷ്ട്രീയ ഭേദമന്യേ, അതിൽ കേവലം രാഷ്ട്രീയം കലർത്തിക്കൊണ്ടുള്ള ഒരു ഡിബേറ്റ് എന്നതിനപ്പുറം കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച നിരവധി വാർത്തകളാണ്. അതിൻ്റെയെല്ലാം ഒരു വശത്ത് ലഹരിയുണ്ട്. അപ്പോൾ ലഹരി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുണ്ടാകുന്ന ഒരു പ്രശ്നമല്ല. അത് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം അവർ 2023 ഏറ്റവും പുതിയ കണക്ക് അവർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതായത് 2011 24 കോടിയായിരുന്നെങ്കിൽ 2021 ആയപ്പോൾ ഒരു ദശകത്തിനിടയിൽ 29.6 കോടിയായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം ലോകത്ത് വർദ്ധിച്ചു എന്നുള്ളതാണ്. ഒരു ദശകം കൊണ്ട് ലോകമാകെ 56 മില്യൺ ആളുകൾ കൂടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരായി മാറിയെന്നാണ് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം നമ്മുടെ കണക്കുകൾ മുന്നോട്ട് വെക്കുന്നത്. അല്ല, ഞാനിത് കേവലം നമ്മുടെ ചർച്ചയുടെ ഒരു വിഷയത്തെ വഴിതിരിച്ചു വിടാൻ വേണ്ടി മാത്രമല്ല, പക്ഷെ ലോകമെമ്പാടുമുള്ള അതിഗൗരവമായ ഒരു വിഷയമായിട്ട് ലഹരി മാറുകയാണ്. തീർച്ചയായും ഇന്ന് കേരള നിയമസഭയിൽ പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട വിഷയം അടിയന്തര പ്രാധാന്യത്തോടുകൂടി അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നപ്പോൾ അതിനെ വളരെ പോസിറ്റീവായി ഗവൺമെൻറ് കാണുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിയമസഭ നിർത്തിവെച്ച് ഈ വിഷയം അതീവ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യാം എന്ന് അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സഭ 12 മണി മുതൽ 2 മണി വരെ അതിലധികം സമയമെടുത്തുകൊണ്ടാണ് വളരെ ഗൗരവത്തോടുകൂടി ഏതാണ്ട് 3 മണി വരെ കേരള നിയമസഭയിൽ ഈ വിഷയത്തെ വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ ഒരുപാട് പ്രശ്നങ്ങളെ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിരവധിയായ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ചില ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ നിയമസഭാ സാമാജികർ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇതിലുള്ള ആശങ്കകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായ ചർച്ചകൾ മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. എന്തായാലും ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇന്ന് നിരവധി കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ട, ഇവിടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ അഭിലാഷ് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ വളരെ ഗൗരവതരമായി ഇത്തരം സംവിധാനങ്ങളെ നമുക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ രൂപീകരിക്കാനും എക്സൈസും പോലീസ് സംവിധാനത്തെയും വളരെ ശക്തമായി കേരളം അതിൽ വളരെ ശക്തമായി തന്നെ എൻഫോഴ്സ്മെന്റിൽ കേരളം ഒന്നാമതാണ്. അത് ഡാറ്റ രാജ്യസഭയിലെ ഉൾപ്പെടെയുള്ള മറുപടിയുടെ ഡാറ്റ വെച്ചുകൊണ്ടാണ് ഞാൻ ആധികാരികമായി പറയുന്നത്. എൻഫോഴ്സ്മെന്റിൽ കേരളം വളരെ മുന്നിലാണ്. പക്ഷേ നമുക്ക് ഇനിയും കൂട്ടായി നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. അതോടൊപ്പം പൊതുജനങ്ങൾക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ഒരു ഭാഗമുണ്ട് ഇന്ന് കേരള നിയമസഭയിൽ. അതായത് ചില ജനങ്ങൾക്ക് പ്രാദേശികമായി ഇത്തരം മയക്കുമരുന്ന് കൈമാറ്റമൊക്കെ ചെയ്യുന്ന ചിലവരുടെ ശ്രദ്ധയിലുണ്ട്. പക്ഷെ പല ഭയങ്ങളും പല കാരണങ്ങളാൽ അവർ അത് പോലീസിനോടോ എക്സൈസിനോടൊന്നും പറയാൻ തയ്യാറാകുന്നില്ല. അതൊരു ജനകീയ ക്യാമ്പയിനായി തന്നെ ഉയർത്തിക്കൊണ്ടുവരിക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബോധവൽക്കരണം, വിമുക്തി ഉൾപ്പെടെയുള്ള ബോധവൽക്കരണ സംവിധാനങ്ങളെ നമുക്ക് ശക്തിപ്പെടുത്തണം. അതിനപ്പുറം സ്കൂൾ, ജനപ്രതിനിധികൾ, മദർ PT എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ സംവിധാനത്തിലേക്കും ആക്ഷനിലേക്കും ഉൾപ്പെടെ പോയില്ലെങ്കിൽ അതീവ ഗൗരവതരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മളും കടന്നു പോകും. കണക്കുകളിലെല്ലാം കേരളം ഇന്ത്യയിൽ ഏറ്റവും പിറകിലാണ്. വലിയ രീതിയിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിൽ കേരളം എന്നൊന്നും ആധികാരികമായ റിപ്പോർട്ടിൽ തന്നെ ഇല്ല. പക്ഷെ ഉണ്ടാകുന്ന ചില വാർത്തകൾ
അതീവ ഗൗരവമാണ്. രാഷ്ട്രീയത്തിനപ്പുറം നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നമുക്ക് ഇതിനെ ചർച്ച ചെയ്യുക എന്നത്, ഇതിനെ പ്രതിരോധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാതൃഭൂമി എടുത്ത ഈ ഇനിഷ്യേറ്റീവിന് ഞാൻ ആ നിലയിൽ തന്നെയാണ് തീർച്ചയായും ഈ സൂപ്പർ പ്രൈം ടൈമിന്റെ പ്ലാറ്റ്ഫോമിനെയും കാണപ്പെടുന്നത്. ശരി, ഓക്കെ. റോജി എം ജോൺ, ഒരു കമ്മ്യൂണിറ്റി ആക്ഷൻ പ്ലാൻ വേണ്ട വിഷയമാണ്. സർക്കാരിന് മാത്രമായി ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. പുതിയ തലമുറയെ പൂർണ്ണമായും ഈ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സാമൂഹിക ഉത്തരവാദിത്തമായി എടുക്കേണ്ടതാണ്. ആ നിലയിലാണോ അതിനെ പ്രതിപക്ഷം കാണുന്നത്? അതോ ഇതാ കേരളം കൊളംബിയ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന നിലയിൽ രാഷ്ട്രീയമായി ഇതിൽ നിന്ന് എന്തെങ്കിലും ലാഭമുണ്ടാക്കാൻ കഴിയുമോ എന്ന നിലയിലോ? അഭിലാഷ്, വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് പ്രതിപക്ഷം ഈ വിഷയത്തെ കാണുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിലെ പ്രധാന വാർത്ത എന്ന് പറയുന്നത്, അതിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ 2 മാസങ്ങളിൽ നടന്ന 63 കൊലപാതകങ്ങളിൽ 30 എണ്ണത്തിനും ലഹരിയുമായിട്ട് ബന്ധമുണ്ടെന്നും, അതുപോലെ തന്നെ കേരളത്തിൽ ഇക്കൊല്ലം ഉണ്ടായിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ അതിൽ 20% ലഹരിയുമായി ബന്ധമുള്ളതാണെന്നും ഇന്നത്തെ മാതൃഭൂമി ദിനപത്രം വലിയ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രവുമല്ല, നമ്മുടെ കേട്ടുകേൾവിയിൽ പോലും ഇല്ലാത്ത തരത്തിലുള്ള, ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള ഒരു സുബോധ മനസ്സിന് അംഗീകരിക്കാൻ സാധിക്കാത്ത കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് കേരളം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ലഹരിയുടെ വലിയ സ്വാധീനമുണ്ട് എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. പ്രതിപക്ഷം ഈ വിഷയത്തെ ഗൗരവമായി കാണുന്നു എന്നുള്ളത് ഇന്ന് ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നതുകൊണ്ട് മാത്രമല്ല, 2022 ഈ വിഷയം നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് പ്രതിപക്ഷം തന്നെയാണ് കൊണ്ടുവന്നത്. വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു ചർച്ച ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നുണ്ടാവുകയും സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ, അതുപോലെ തന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചേർന്ന് നിന്നുകൊണ്ട് നടത്തേണ്ട പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഇതിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രതിരോധം തീർക്കേണ്ടതിൻ്റെ ആവശ്യകത, ജനങ്ങളെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് നടത്തേണ്ട പ്രവർത്തനങ്ങൾ, ഇതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ 2022 വിശദമായിട്ട് അന്ന് നിയമസഭയിൽ ചർച്ച ചെയ്തതാണ്. അതിനുശേഷം അന്ന് സർക്കാർ ഇതുപോലെ തന്നെ മറുപടിയൊക്കെ പറഞ്ഞു. അതിനുശേഷം 2025 നമ്മൾ എത്തി നിൽക്കുമ്പോൾ ആ 2022 ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയുക? ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, സാഹചര്യം മാറി, ക്രൈമിൻ്റെ രീതി മാറി. പഴയ കഞ്ചാവും അല്ലെങ്കിൽ കള്ളവാറ്റും ഒക്കെയുള്ള ഒരു ലഹരിയുടെ ഇടപെടാനല്ല ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പഴയ കഞ്ചാവ് കേസും അല്ലെങ്കിൽ കള്ളവാറ്റ് കേസും ഒക്കെ പിടിക്കുന്ന അതേ ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഡാർക്ക് വെബിൽ ലഹരിയുടെ വിപണനം നടക്കുന്നു. സമൂഹ മാധ്യമ കൂട്ടായ്മകൾ ഇതിനുവേണ്ടി രൂപപ്പെടുന്നു. നമ്മൾ പോലും ചിന്തിക്കാത്ത തരത്തിൽ ലഹരി ആളുകളിലേക്ക് എത്തുന്നു. ഇപ്പോൾ സ്വിഗ്ഗിയിൽ സാധനങ്ങൾ ഓർഡർ ചെയ്താൽ വീട്ടിൽ വരുന്നത് പോലെ ആളുകൾ, ആവശ്യക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കേരളത്തിൽ ഇത് ലഭിക്കുന്ന തരത്തിലേക്ക് ഇതിൻ്റെ വ്യാപനം അത്ര ഗുരുതരമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. ഈ സാഹചര്യം, അതായത് ഈ ക്രിമിനൽ സംഘങ്ങൾ, വലിയ മാഫിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. കോടികളുടെ വിപണനം ഇതിനകത്ത് നടക്കുകയാണ്. ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു സമൂഹത്തെയോ ഒരു നാടിനെയോ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മിസൈലും ബോംബും ഒന്നും വർഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഒരു ലഹരിയുടെ പിടിയിലേക്ക് ആ നാടിനെ തള്ളിവിട്ടാൽ മതി. ഇന്ന് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരു തരത്തിൽ പരിശോധിച്ചാൽ അതുതന്നെയാണ്. അപ്പോൾ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ 2022 നിന്ന് 3 വർഷത്തിനിപ്പുറം നമ്മൾ വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്ത് വ്യത്യാസമാണ് അല്ലെങ്കിൽ എന്ത് നടപടികളാണ്, എൻഫോഴ്സ്മെൻറ്റിൽ എന്ത് മാറ്റമാണ് കേരളത്തിലുണ്ടായത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാണല്ലോ, ഇത് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലഹരി അല്ലല്ലോ, ഇത് കേരളത്തിന് വെളിയിൽ നിന്ന് വരുന്ന ലഹരിയാണ്. കേന്ദ്ര സർക്കാരിന് ഈ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ പല കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്, അത് സത്യമാണ്. ആയിരക്കണക്കിന് കേസുകൾ എടുക്കുന്നുണ്ട്. ഏതാണ്ട് 2015-16 കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 10,000-ഓളം NDPS കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നതെങ്കിൽ 2024 25,000-ഓളം NDPS കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഈ കേസുകൾ എന്ന് പറയുന്നത് എന്താണ്? ഇത് കൈവശം വെച്ച അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ചെറിയ ക്വാണ്ടിറ്റി ഉള്ള ആളുകളെ പിടിക്കുകയോ അവർക്കെതിരെ കേസ് ചാർജ് ചെയ്തോ അവരെ പെറ്റിയടിക്കുകയോ ചെയ്ത കാര്യമാണ് ഈ പറയുന്നത്. ഇതിനൊരു സപ്ലൈ ചെയിൻ ഉണ്ടല്ലോ. ഇത് ഉപയോഗിക്കുന്ന ആളുകളെക്കാൾ ഉപരിയായിട്ട് ഇത് എത്തിച്ചു കൊടുക്കുന്ന, ഇതിൻ്റെ വിപണനം നിയന്ത്രിക്കുന്ന വലിയ മാഫിയ ഇതിൻ്റെ പിന്നിലുണ്ട്. ആ മാഫിയനെ, ആ സപ്ലൈ ചെയിനെ നമ്മൾ എവിടെയാണ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിരിക്കുന്നത്? അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ പരമ്പരാഗതമായിട്ട് ഒരു 10 വർഷം മുമ്പ് നമ്മൾ ലഹരിക്കെതിരെ സ്വീകരിച്ചിരുന്ന പ്രതിരോധ നടപടികൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അതേ രീതിയിൽ ഇപ്പോഴും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ തികഞ്ഞ പരാജയമാണ്.
ഇന്നത്തെ സാഹചര്യം മാറിയിരിക്കുന്നു. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വലിയൊരു മാഫിയ കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ യുവതലമുറയുടെ ഒരു മസ്തിഷ്കത്തെ തന്നെ കവർന്നെടുക്കുക അല്ലെ കാർന്ന് തിന്നുന്ന ഒരു മഹാവിപത്തായി ലഹരി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ അപ്രോച്ച് മാറേണ്ടതായിട്ടുണ്ട്, എൻഫോഴ്സ്മെന്റ് മെക്കാനിസം മാറേണ്ടതായിട്ടുണ്ട്. സർക്കാർ സംവിധാനം സർവ്വസന്നാഹവും ഉപയോഗിച്ച് ഈ ലഹരി മാഫിയെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലൊരു പ്രവർത്തനം ഉണ്ടാവുന്നുണ്ടോ എന്ന സംശയമുണ്ട്. ഇവിടെ ചർച്ചകൾ ഉണ്ടാവുന്നു. നിയമസഭ നിരവധി തവണ അടിയന്തര പ്രമേയം ഞങ്ങൾ കൊണ്ടുവരുന്നു, സർക്കാർ അത് ചർച്ച ചെയ്യുന്നു, പല കാര്യങ്ങളും സാരോപദേശം എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നു. ചർച്ച കഴിഞ്ഞ് നമ്മൾ ഇതൊരു അതര വ്യായാമമായി അവസാനിച്ച് പോയി കഴിയുമ്പോഴും ഇവിടെ അക്രമങ്ങൾ പെരുകുകയാണ്, ലഹരിയുടെ വ്യാപനം അതിശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് നടപടികളിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ നമ്മൾ വേണ്ട തരത്തിൽ എഫക്റ്റീവ് ആണോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട്. തീർച്ചയായും ശ്രീ പ്രിന്റു മഹാദേവ്, ഒന്ന് ലഹരിയുടെ വ്യാപനം ഉണ്ട്, മുൻപത്തേക്കാൾ കൂടുതൽ. NDPS കേസുകളുടെ എണ്ണം കൂടുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ലഹരിയുടെ സ്വാധീനത്താലുള്ള കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞു. ഈ വർഷം മാത്രം ഇപ്പോൾ 3ാമത്തെ മാസം തുടങ്ങിയിട്ടേ ഉള്ളൂ, 25 വയസ്സിൽ പ്രായമുള്ള കുറ്റവാളികളാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 15-ന് മുകളിലാണ്. അപ്പോൾ തീരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ തന്നെ ലഹരിയുടെ സ്വാധീനത്തിലോ അല്ലാതെയോ അക്രമകാരികളാവുന്നു, സ്വന്തം മാതാപിതാക്കളെ കൊല്ലുന്നു. സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നത് നമ്മൾ കോഴിക്കോട് നിന്ന് കേട്ടു. സ്വന്തം അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു, സഹോദരനെയും അമ്മൂമ്മയെയും കൊലപ്പെടുത്തിയത് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടു. അപ്പോൾ ഇത് പേടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുകയാണ്. വെറുതെ സ്കെയർ ഉണ്ടാക്കുകയല്ല, പക്ഷെ നമ്മൾ അഭിസംബോധന ചെയ്യേണ്ട ചില വിഷയങ്ങൾ അതിനകത്തുണ്ട്. അതിൽ ഫോക്കസ് ശരിയാണെന്നുള്ള അഭിപ്രായമുണ്ടോ? എന്താണ് താങ്കളുടെ ടേക്ക്? തീർച്ചയായും അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന് വിദ്യാർത്ഥികൾക്കിടയിലായിട്ടുള്ള മാറ്റങ്ങൾ, ഒരു സാമൂഹിക മാറ്റം, അവരുടെ IQ ലെവലിലുള്ള മാറ്റം. ഇപ്പോൾ നമുക്കറിയാം, ഒരു 10 വർഷം കൂടുന്ന സമയത്ത് ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ IQ ലെവൽ കൂടുതലുള്ള കുട്ടികളാണ് കേരളത്തിലുണ്ടാവുന്നത്. അപ്പോൾ IQ ലെവൽ കൂടുന്നതോടൊപ്പം തന്നെ ഇമോഷണൽ കോഷ്യൻ്റ് വളരെ സ്റ്റേബിൾ അല്ലാത്ത രീതിയിലേക്ക് കുട്ടികൾക്കിടയിൽ വലിയ മാറ്റങ്ങളുണ്ട്. അതൊരു കാരണമാണ്. രണ്ടാമതൊരു കാരണം എന്ന് പറയുന്നത് നമുക്കറിയാലോ, നമ്മുടെ ഒരു സാമൂഹിക ക്രമത്തിനകത്ത് വ്യക്തി, സമൂഹം, രാഷ്ട്രം, ഇത് 3 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മോശം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് കുടുംബത്തെ അല്ലെങ്കിൽ ഒരു നാടിനെ പറയാം. ഒരു സമൂഹം ആകമാനം അരാജകത്വത്തിലേക്കും ഒരു പ്രശ്നത്തിലേക്ക് പോകുന്ന സമയത്ത് അതിന് അടിയന്തര പ്രാധാന്യമുണ്ട്. അതിന് അടിയന്തര പ്രാധാന്യത്തിന് ഏറ്റവും പ്രധാന കാരണക്കാരെന്ന് പറയുന്നത് ഇവിടെയുള്ള ഭരണകൂട സംവിധാനത്തിന് അത് കൃത്യമായിട്ട് അതിൻ്റെ റോൾ നിർവഹിക്കേണ്ടതുണ്ട്. ഇതിനകത്ത് റോജി എം ജോൺ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആധികാരികമായിട്ടുള്ള നിയമസഭയിൽ ഒരുപക്ഷെ പിണറായി വിജയൻ്റെ തന്നെ ഏറ്റവും നല്ല ഒരു ഡിബേറ്റ് എന്ന് പറയുന്നത് നടന്നത് 31/8/2022 നിയമസഭയിൽ നടന്നിട്ടുള്ള ഈ മദ്യമയക്കുമരുന്നിനെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ഡിബേറ്റ് ഉണ്ട്. അതിനകത്ത് വിജിനും റോജി എം ജോണും അതിനകത്ത് നിയമസഭാ സാമാജികർ എന്ന രീതിയിൽ ആ ഡിബേറ്റിൻ്റെ ഭാഗമായവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ന് പിണറായി വിജയൻ 24 മിനിറ്റാണ് ഈ ലഹരിക്കെതിരെയുള്ള ഘോരഘോരമായിട്ടുള്ള പ്രസംഗം. മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം അതിനകത്ത് വലിയ ക്ലാരിറ്റി വരുത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. പക്ഷെ അതിന് അദ്ദേഹം പറഞ്ഞ പല കാരണങ്ങളും നമുക്ക് കേവലം ഒരു പേപ്പർ നടപടികളായിട്ട് അവശേഷിക്കുകയാണ് ചെയ്തത്. കാരണം നമുക്ക് ഇതിനെ കൃത്യമായിട്ട്, ഇപ്പോൾ ലഹരി എന്നയുടെ വ്യാപനം കേരളത്തിൽ സംഭവിച്ചു, ഇതിനെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നേരത്തെ വിജിൻ പറഞ്ഞു, ഇതിനകത്ത് കേസുകളുടെ എണ്ണത്തിൽ കേരളം വലിയ രീതിയിൽ കേസുകൾ എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് കേസുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഏതു തരത്തിലുള്ള കേസുകളാണ് എടുത്തിട്ടുള്ളത്? ഇപ്പോൾ നോക്കൂ, 2020 5242 NDPS കേസുകളാണുള്ളത്. 2024 എന്ന സമയത്ത് അത് 30,000 ആകുന്നു. 2022 വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാവുന്നത് അന്നാണ് നിയമസഭയ്ക്കകത്ത് ചർച്ച ഉണ്ടാവുന്നത്. അന്ന് ആദരണീയനായിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് NDPS ആക്ട് കൃത്യമായിട്ട് ഈ കുറ്റവാളികൾക്കെതിരെ നടപ്പിലാക്കും. അതിനകത്ത് പ്രധാനമായിട്ടുള്ള 3 ആക്ടുകളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന് 31A, 31A, NDPS ആക്ട് 31A. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന ആളുകൾക്ക് 7 വർഷമാണ് ശിക്ഷ. ഇങ്ങനെ കേരളത്തിൽ ഈ 30,000 പേരിൽ ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എത്ര പേർക്ക് ഈ ആക്ട് പ്രകാരം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്? രണ്ടാമത് പോലീസിൻ്റെ നമ്മളെ SHO അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, SI അല്ലെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ വെച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു ഡാറ്റ, ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവരുടെ ഡാറ്റ കേരളത്തിൽ നമ്മൾ രൂപീകരിക്കും. എന്നിട്ട് അവരെ കരുതൽ തടങ്കൽ എന്ന രീതിയിൽ 1985 നിയമപ്രകാരം 2 വർഷം വരെ ഇങ്ങനെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ കരുതൽ തടങ്കൽ വെക്കാനുള്ള നിയമമുണ്ട്. അങ്ങനെ നിയമം വെച്ചിട്ടുള്ള എത്ര പേര് കേരളത്തിലുണ്ട്? അവിടെയാണ് ഇവിടെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ആളെ ഏതെങ്കിലും ഒരു പെറ്റി കേസ് എടുത്തുകൊണ്ട് ഞങ്ങൾ ഇത്ര കേസുകൾ എടുത്തുകൊണ്ട് ഞങ്ങൾ കേരളം മുന്നിലാണ് എന്ന് പറയുന്നതല്ല ജാഗ്രത. അവിടെയാണ് പ്രശ്നം. ഞാൻ പറയും, എഫിഷ്യൻ്റ് ആയിട്ട് ഇതിനെ കൃത്യമായിട്ട് നടപടികളുടെ ഒരു യുദ്ധപ്രഖ്യാപനം നടത്താൻ സർക്കാർ തയ്യാറാവുന്നില്ല. ഞാനിപ്പോൾ അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു പൂമ്പാറ്റ കാണിച്ചോ ബാലരമ കാണിച്ചത് കൊണ്ടോ ഒരു പോസ്റ്റർ കാണിച്ചത് കൊണ്ടോ ഒന്നും ഈ മാഫിയെ തുരത്താൻ സാധിക്കില്ല. ഈ മാഫിയക്കെതിരെയുള്ള യുദ്ധ പ്രഖ്യാപനം നടത്തണം.
കേന്ദ്ര സർക്കാർ യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. 2047 കൂടിയിട്ട് ലഹരി വിമുക്ത ഭാരതം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നോക്കൂ, കോസ്റ്റൽ തീരത്തിൽ സമുദ്രഗുപ്ത എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള ലഹരി വേട്ട നടത്തി. അന്ന് 25,000 കോടി രൂപയുടെ ലഹരി വേട്ടയാണ് നടത്തിയിട്ടുള്ളത്. കേരള ആഭ്യന്തര മന്ത്രാലയം കേരളത്തിൽ നിന്ന് മാത്രം ഇപ്പൊ നോക്കൂ, പോസ്റ്റൽ സർവീസ് മുഖേന 200 കോടി രൂപ ഹെറോയിൻ സംവിധാനമാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജാഗ്രത കാണിക്കുന്നുണ്ട്, ആഭ്യന്തര സംവിധാനങ്ങൾ ജാഗ്രത കാണിക്കുന്നുണ്ട്, സംസ്ഥാന സർക്കാർ ഒരു പോലീസുടെ ഭാഗമായിട്ടുള്ള ഒരു ജാഗ്രത കുറവ് കാണിക്കുന്നുണ്ട്. അതൊരു സംശയം വേണ്ട. ഇപ്പൊ നമ്മുടെ സംസ്ഥാന എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നുണ്ട്, കേരളത്തിലെ 2300 സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ലഹരി മാഫിയ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ചു, കേരളത്തിലെ 2300ഓളം സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ എത്തിയെങ്കിൽ ഇവരുടെ വല ചെയിൻ കണ്ണികൾ എത്ര ആഴത്തിലാണ് കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ളത്. ഇത് തടയാൻ സർക്കാർ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്ന് മുഖ്യമന്ത്രിക്കകത്ത് ഞാൻ പറയും, 2022 മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഈ കേരളത്തിൽ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഫർസാനയോ ഷഹബാസിനെ പോലെയുള്ള കൊലപാതകങ്ങൾ കേരളത്തിൽ ഉണ്ടാവുന്നില്ല. അവ കേവല നിയമസഭാ ചർച്ചകൾക്ക് അപ്പുറത്തിലേക്ക് ഈ ലഹരി മാഫിയക്കെതിരെയുള്ള യുദ്ധ പ്രഖ്യാപനത്തിൽ സർക്കാർ തയ്യാറാകണം. ശരി, ഓക്കെ. ശ്രീ സുഭാഷ് ബാബു, പരമ്പരാഗതമായി നമ്മുടെ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് വ്യാജവാറ്റ് പിടിക്കാൻ പോവും, വാഷും കോടയൊക്കെ ഒഴുക്കിക്കളയും, കഞ്ചാവ് കൃഷി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പോകും, ഹൈറേഞ്ചിലും മറ്റുമൊക്കെ കഞ്ചാവ് വെട്ടും. ഇതൊക്കെ പരമ്പരാഗതമായി നടന്നു വന്നിരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മാറിയിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരം നഗരത്തിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ കഞ്ചാവൊക്കെ ഇപ്പോൾ കേരളത്തിൽ യൂസ് ചെയ്യുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളും മറ്റുമൊക്കെയാണ്. കേരളത്തിലെ യുവാക്കൾ വലിയൊരു വിഭാഗം ഈ സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് പോയിട്ടുണ്ട്, മെത്ത് വരുന്നുണ്ട് എന്ന് മാത്രമല്ല സമൂഹത്തിന് ഏറ്റവും ഉയർന്ന സ്ട്രാറ്റയിലേക്ക് തന്നെയും സപ്ലൈ ചെയിൻസ് ഉണ്ട്. പഴയത് മാതിരി ഇങ്ങനെ ഇപ്പോൾ ബസ്സിൽ പോകുന്ന വഴിക്ക് പോക്കറ്റിൽ നിന്ന് പിടിക്കുക പോലെയുള്ള പരിപാടികൾ അതിൻ്റെ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ്. അതിനപ്പുറത്തുള്ള ഒരു എക്കോ സിസ്റ്റം വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ നഗരത്തിലെ വലിയ സ്കൂളുകൾ, ഉന്നതരുടെ മക്കൾ, ഇവരെയൊക്കെ സ്പെസിഫിക് ആയി ടാർഗറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങളുണ്ട്. പക്ഷേ അതിനെ എങ്ങനെയാണ് അതിന്റെ തലയിറക്കാൻ കഴിയുക, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് ബസ്റ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതൊരു വലിയ പ്രശ്നമാണല്ലോ. തീർച്ചയായിട്ടും. കാരണം കാലാകാലങ്ങളായിട്ട് എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഏതാണ്ട് 1900 മുമ്പൊക്കെ ചെറിയ കഞ്ചാവ് കേസുകളൊക്കെ ഉണ്ട്, പണ്ട് OP ഉണ്ടായിരുന്നു, അതൊക്കെ പോയി ഇപ്പോൾ. അപ്പോൾ അതിനുശേഷം കഞ്ചാവാണ് പ്രധാനമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് 86, 87 ആയപ്പോഴത്തേക്ക് ബ്രൗൺ ഷുഗർ വന്നു. അത് പിന്നെ വളരെ വ്യാപകമായിട്ട് വരുന്നു. കഞ്ചാവ് ഓയിൽ എന്നൊക്കെ പറഞ്ഞ് ആഷിഷ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആണ് ഈ കെമിക്കൽ ഡ്രഗിൻ്റെ ആഗമനം. അതോടുകൂടിയിട്ടാണ് കെമിക്കൽ ഡ്രഗ് വന്നതോടുകൂടിയിട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഉപയോഗം കണ്ടുപിടിക്കുന്നതിന് അല്ലെ അത് കടത്തുകയാണെങ്കിൽ ആ കടത്തുകാരനുള്ള സ്പേസ് വളരെ കുറച്ച് മതി. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി. അത് ഒരു പ്രത്യേക സാഹചര്യം, പ്രത്യേകിച്ച് നമ്മൾ കോവിഡ് വന്ന അവസരത്തിലും അതേമാതിരി തന്നെ വളരെ വ്യാപകമായിട്ട് നമ്മൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി, ഡിജിറ്റൽ യുഗമായി മാറാൻ തുടങ്ങുന്നതോട് കൂടിയിട്ട് ഇത് വളരെ സ്വകാര്യമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ആ സാഹചര്യത്തിലേക്ക് ഉയർന്ന ഈ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എക്സൈസിനോ പോലീസിനോ അന്ന് സാധിച്ചില്ല എന്നുള്ളൊരു സത്യമാണ്, അവർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ അവരുടെ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് അനുസരിച്ചിട്ട് ഇതിൽ ടെക്നോളജിക്കലായിട്ട് ഇതിൻ്റെ സോഴ്സ്, ഇതിൻ്റെ കടത്ത് കണ്ടുപിടിക്കാനൊരു സംവിധാനം ഇപ്പോഴും നമുക്ക് എഫക്റ്റീവായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇല്ല എന്ന് പറയാം. ഉണ്ട് എന്ന് വേണമെങ്കിൽ അവകാശം, പക്ഷേ അത് അത്ര എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ നമുക്കിപ്പോൾ അത് ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കെമിക്കൽ ഡ്രഗുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നതൊന്നും ഇതുവരെ പിടിച്ചിട്ടില്ല. പക്ഷേ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇത് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വാങ്ങിച്ചതിന് ശേഷം ലാബിൽ അത്യാവശ്യം കെമിക്കൽ മിക്സ് ചെയ്യാനൊക്കെ അറിയുന്ന ആളുകൾക്കുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാം. ഇപ്പം കർണാടക, അതായത് ബാംഗ്ലൂരിൽ നിന്ന് 2 ഇതേമാതിരിയുള്ള ലാബുകളെ പിടിക്കുകയും അവർ CCA ഒക്കെ ചെയ്ത സംഭവങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നടന്നിട്ടുണ്ട്. ഇപ്പോഴും പല സ്ഥലത്തും റൂറൽ ഏരിയയിലൊക്കെ ഇത് നടത്തുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ശരി, അത് വളരെ വലിയ ലാഭകരമായ ഒരു ബിസിനസ് ആയതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള ഈ മാഫിയകൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് വലുത് രീതിയിൽ ഉണ്ടാക്കിയതിന് ശേഷം അത് കടത്തുകയാണ്. കടത്തുമ്പോൾ ഇതിന് വളരെ ഭീമമായ വിലയാണ് അവർ ഈടാക്കുന്നത്. അവരുടെ യഥാർത്ഥത്തിൽ അവർക്ക് ചിലവാകുന്നതിൻ്റെ 10 ഇരട്ടിയോ അതിൽ കൂടുതലുമാണ് വില ഈ സാധാരണ ഇത് ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്ന് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കുറേ പിടിച്ചു പോയാലും അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല.
പിന്നെ ഇത് അവർക്ക് വ്യാപിപ്പിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അതിനെന്താണെന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ഇരകളെ കണ്ടുപിടിക്കണം. ആ ഇരകളെ കണ്ടുപിടിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ഈ മയക്കുമരുന്നിൻ്റെ അടിമത്തത്തിലേക്ക് പോകുന്നത്, ആകൃഷ്ടരാകുന്നത് നമ്മളുടെ യുവാക്കളാണ്, വിദ്യാർത്ഥികളാണ് പ്രധാനമായിട്ടുള്ളത്. അതൊരു 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള നമ്മൾ ജുവനൈൽ എന്ന് പറഞ്ഞാൽ പോലും അവരെ സംബന്ധിച്ചുള്ള അവർ അവരുടെ ആ സമയത്ത് അവർക്ക് വളരെ ഗൗരവതരമായ ഊർജ്ജം അവരിലേക്കുണ്ട്. ആ ഊർജ്ജം വേണ്ട രീതിയിൽ നമുക്ക് തിരിച്ചുവിടാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിനെ തുടർന്ന് എന്ത് ചെയ്യും, ഈ ഊർജ്ജം അവരെ പരീക്ഷണത്തിൻ്റെ ഒരു കാലഘട്ടം കൊടുക്കണം. എന്ത് കേട്ടാലും അതൊന്ന് അനുഭവിക്കണം, അതൊന്ന് രുചിച്ച് നോക്കണം, അതൊന്ന് പരിചയിക്കണം എന്ന് പറയുന്ന ആ ഒരു ത്വര ഉള്ള ഈ പ്രായത്തിൽ അവരെ പെട്ടെന്ന് ഇതിലേക്ക് ആകർഷിക്കാൻ, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ ഇതിന് വേണ്ട ഒരു ഉത്തേജനം കൊടുക്കുകയാണ്, നിന്നെ കൊണ്ട് അത് ഉള്ളൂ, അല്ലെങ്കിൽ ഒന്ന് കളിയാക്കുക, അതേമാതിരിയൊക്കെ ചെയ്യുമ്പോൾ ഈഗോ ഒക്കെ അവൻ്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവന് ഇതിലേക്ക് ചാടി വീഴും. ഈ കെമിക്കൽ ഡ്രപ്പിനുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ചെറിയ സമയത്തിൻ്റെ ഉപയോഗം കൊണ്ട് തന്നെ അഡിക്ഷനിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അഡിക്ഷനിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ വ്യക്തിയെ നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഒബ്സർവ് ചെയ്യണം. അതായത് ദൈനംദിനം വളരെ സമയം ഇവനുമായിട്ട് ഇടപഴകി ഇവനെ ഒബ്സർവ് ചെയ്യുന്ന ഒരു സംവിധാനങ്ങൾ നിർബന്ധമായിട്ട് വേണം. പക്ഷേ നമ്മുടെ ഇപ്പോൾ വീടുകളിൽ അങ്ങനെയുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് വീട്ടുകാർ പോലും ഞാൻ ഇതുവരെ അറിഞ്ഞില്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ശരിയായ രീതിയിൽ അവരുമായിട്ട് സംസാരിക്കുകയും സമ്മതിക്കുകയും അവരെ ശരിയായ രീതിയിൽ വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്തായാലും ശരി അവരിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങൾ, സ്വഭാവത്തിൻ്റെ വലിയ ബോഡി ലാംഗ്വേജിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് അവരെ സംബന്ധിച്ചുള്ള ഇത് അറിയുന്നില്ല. വീടൊക്കെ ഓരോരോ തുരുത്താണ്, ആ തുരുത്തിൽ ഓരോരുത്തരും ജീവിക്കും. അവിടോട്ട് അങ്ങോട്ട് മറ്റാളുകൾക്ക് പ്രവേശനമില്ല. ഉണ്ടെങ്കിൽ പോലും അവിടെ പ്രവേശനം കഴിഞ്ഞാൽ അവിടെ പരിശോധനയ്ക്കോ മറ്റു കാര്യങ്ങളൊന്നും അവിടെ കിട്ടുന്നില്ല. പിന്നെ ഈ മൊബൈൽ അഡിക്ഷനും മൊബൈലിൻ്റെ യൂസും ഒക്കെ കൊണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് കാര്യങ്ങൾ ഇവിടെ നിന്ന് പ്രാപ്യമാക്കുന്നതിന് സമയമൊന്നുമില്ല, പെട്ടെന്ന് അവർക്ക് കിട്ടാൻ സാധിക്കും. അപ്പോൾ ഇതിന് പണമാണ് ആവശ്യം. പണം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളോട് സ്നേഹം കൊടുക്കുന്നതിന്, ലാളിക്കുന്നതിന് പകരമായിട്ട് അവരെ എന്താണ് മൊബൈൽ കൊടുക്കുക, അല്ലെങ്കിൽ മറ്റു പാരിതോഷികമായിട്ട് പണം കൊടുത്തതിന് ശേഷം അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ള അധപ്പതിച്ചു പോയി എന്നുള്ളൊരു സംസ്കാരം. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ പാരന്റിങ്ങിന്റെ വിഷയം അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്, എൻഫോഴ്സ്മെന്റിന്റെ വിഷയം അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. ഇതൊരു ചെറിയ വിഷയമല്ല, ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ചെയ്യാൻ കഴിയുന്നതുമല്ല. പക്ഷെ ഒരു അവബോധ നിർമ്മിതി വളരെ പ്രധാനമാണ്. ശ്രീ സോണി തോമസ്, താങ്കളൊരു ഡി അഡിക്ഷൻ സെന്റർ നടത്തുന്ന ആൾ കൂടിയാണല്ലോ. ഡി അഡിക്ഷനെ കുറിച്ചുള്ള നമ്മുടെ പഴയ സങ്കല്പം എന്ന് പറയുന്നത് അമിത മദ്യപാനം, ആൽക്കഹോളിസം ചികിത്സിക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കാൻ പ്രത്യേകിച്ച് മധ്യവയസ്കരോ അല്ലെങ്കിൽ അതിനോടടുത്ത് പ്രായമുള്ളവരോ ഒക്കെ ആയ ആളുകളെ കൊണ്ടുവരിക, അവർക്ക് ഈ കൗൺസിലിംഗും മറ്റൊക്കെ കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ളതായിരുന്നല്ലോ. ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം എന്താണ്? ചെറിയ കുട്ടികളടക്കം, ഈ സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികളടക്കം ഡ്രഗ്സിന്റെ അഡിക്ഷനുമായി വരുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഗ്രൗണ്ട് സിറ്റുവേഷൻ എന്താണ് താങ്കളുടെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ? അഭിലാഷേ, ഞങ്ങളൊക്കെ 2010-15 കാലത്ത് പഠിക്കുമ്പോൾ ഒരു സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ച, നമ്മുടെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുള്ള ഒരു കേസ് പഠിക്കാനായിട്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ ദുർലഭമായിരുന്നു. എന്നാൽ ആ സാഹചര്യം മാറി. ഇന്ന് നമ്മുടെ ഈ തൊട്ട് ഗ്രാമാന്തരീക്ഷത്തിലുള്ള സ്കൂളുകളിലെ കുട്ടികൾ വരെ രുചിച്ചിട്ടുള്ള ഒന്നായി നമ്മുടെ സിന്തറ്റിക് ഡ്രഗുകൾ മാറിക്കഴിഞ്ഞു. ഞാനതിനകത്ത് ഇപ്പം ഈ അടുത്ത നാളിൽ ഉണ്ടായിട്ടുള്ള ചില ഭീകര സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ലഹരിയുടെ അഴിഞ്ഞാട്ടത്തെക്കുറിച്ച് നമ്മുടെ മീഡിയയും നമ്മുടെ സർക്കാരും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും പോലീസും ഒക്കെ ആക്റ്റീവാകുന്നതിനകത്തൊക്കെ ഞങ്ങളൊക്കെ സന്തോഷിക്കുന്നുണ്ട്. കാരണം ഇന്നലെയും കൂടെ ഡിസ്ചാർജ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് എന്നോട് പറയും, അവൻ +2 ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അവനോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം, അവൻ 5ാം ക്ലാസ് 6ാം ക്ലാസ് കാലം മുതലേ തന്നെ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പൊ ഇതിൻ്റെ നമ്മൾ ഇന്നോ ഇന്നലെയോ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുന്നത്. പക്ഷെ ഇതിന്റെ വ്യാപനം വളരെ ഭീകരമാണ്. എൻ്റെ ഡി അഡിക്ഷൻ സെന്റർ ഈ പയ്യന്നൂർ, കാസർഗോഡ്, മാംഗ്ലൂർ ബെൽറ്റിലാണ്. അപ്പൊ പ്രത്യേകിച്ച് ഈ ഭാഗത്തൊക്കെ ഈ സിന്തറ്റിക് ഡ്രഗുകളുടെ ഉപയോഗം വളരെ അധികം കൂടുതലാണെന്നുള്ളത് ഇവിടെ വരുന്ന കേസുകളുടെ എണ്ണം. ഇപ്പം അഭിലാഷ് മുമ്പ് പറഞ്ഞതുപോലെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഡി അഡിക്ഷൻ സെന്ററിൽ ഉള്ളതിനകത്ത് ഒരു 50-60% കേസ് ആൽക്കഹോൾ കേസാണെങ്കിൽ ഇന്നതൊരു മൈനോറിറ്റി ആയി മാറി. യങ്സ്റ്റേഴ്സ്, അതിന്റെ ഏജ് ഡിഫറൻസ് വളരെ പ്രത്യേകതയുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു എബവ് 45 ആയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ സെന്ററുകളിൽ ഒരു 12 വയസ്സ് മുതൽ ഡ്രഗ് അഡിക്ഷൻ വന്നിട്ടുള്ള. ഇനി അഡിക്ഷനകത്ത് പലപ്പോഴും നമ്മൾ
ഈ ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ, കഞ്ചാവിനെയൊക്കെയാണ് പലപ്പോഴും നമ്മൾ ഒരു പ്രതിയായിട്ട് കാണുന്നത്. പക്ഷെ സത്യത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ഇന്നത്തെ ഈ ഡിജിറ്റൽ വിപ്ലവം അതൊരു വലിയ മാറ്റമാണ്. ഈ ഡിജിറ്റൽ വിപ്ലവ കാലത്ത് ധാരാളം ഗെയിമുകളുടെ ഇൻഫ്ലുവൻസ്, നമ്മൾ സിനിമയുടെ സ്വാധീനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ഇന്ന് ഒരു കില്ലിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് നമ്മുടെ കുട്ടികളിൽ കൂട്ടുന്ന തരത്തിലുള്ള ഗെയിമുകൾ വളരെ വ്യാപകമായിട്ടുണ്ട്. നമ്മൾ ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ അതിൽ വളരെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള കില്ലിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള ഗെയിമുകൾക്ക് അഡിക്റ്റ് ആയിട്ടുള്ള, അതായത് ഓവർ സ്ക്രീൻ അഡിക്ഷൻ ഉള്ള കുട്ടികളാണ് അതിൻ്റെ ഒരു ലേറ്റർ ഇഫക്റ്റ് ആയിട്ട് ഈ അഡിക്ഷനിലേക്ക് വരുന്നത്. ഇത് ഫാക്റ്റ് വളരെ പ്രകടമാണ്. തീർച്ചയായും അതിൽ സോണി എനിക്കൊരു ചോദ്യമുള്ളൂ. ഇപ്പോൾ പറഞ്ഞു 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ അല്ലെങ്കിൽ ആ +2 കാലം വരെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന്, സിന്തറ്റിക് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന പേഷ്യന്റിനെ കുറിച്ച്. ഈ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടിക്ക് എവിടെ നിന്നാണ് സിന്തറ്റിക് ലഹരി കിട്ടുക? സാധാരണ നിലയ്ക്ക് ഇപ്പോൾ നോക്കൂ, ഒരു ചെറിയ കുട്ടി നമ്മുടെ നാട്ടിൽ പോയി സിഗരറ്റ് വാങ്ങാൻ പോലും പറ്റില്ല, ഒരു പെട്ടിക്കടയിൽ പോയി സിഗരറ്റ് വാങ്ങാൻ പോലും പറ്റില്ല. അപ്പോൾ ഇത് വ്യാപകമായി കുട്ടികൾക്ക് ഇത് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ സോഴ്സ് എന്താണ്? അഭിലാഷേ, മോസ്റ്റ്ലി ഇതിൻ്റെ ഒരു കണക്ഷൻ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, മോസ്റ്റ്ലി നമുക്കറിയാം ഇത് വളരെ കോസ്റ്റ്ലിയാണ്, റെയറാണ്. പക്ഷേ ഇതിൻ്റെ വ്യാപനം പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ എവിഡൻ്റ് ആയത് ഈ കോവിഡ് അനന്തരമാണ്. അപ്പോൾ അതിനുശേഷം കുട്ടികളുടെ ഇടയിലേക്കുള്ള മൊബൈൽ ഫോണിൻ്റെ ആക്സസ് വളരെ ഭീകരമായിട്ട് കൂടിയിട്ടുണ്ട്. പണ്ടൊക്കെ അച്ഛൻ്റെ അമ്മയുടെ മൊബൈലായിരുന്നു ഉപയോഗിക്കുന്നതെങ്കിൽ ആ കാലം മാറി. ഇന്ന് ഓരോ കുട്ടിക്കും സ്വന്തമായിട്ട് മൊബൈലായി, സ്വന്തമായിട്ട് അക്കൗണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സോഴ്സിനെ വിനിയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ കുട്ടികളിലേക്ക് ഇത് എത്തുന്നത്. ഇനി നമുക്കറിയാം അതിന് നെറ്റ്വർക്ക് വളരെ വലുതാണ്. ഇപ്പം ഒരുപക്ഷെ ആദ്യമായിട്ട് ഒരു രസത്തിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നു. പക്ഷെ ഇത് ശരിക്കും കേവലം ഉപയോഗത്തിന് ശേഷം ഇവരൊക്കെ ഈ ഡ്രഗ് പെഡലേഴ്സായി മാറുന്ന, ക്യാരിയേഴ്സായി മാറുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ഈ ലഹരിയുടെ വ്യാപനം കൂടുന്നത്. 1-2 തവണ ഉപയോഗിച്ചതിന് ശേഷം ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ലഹരി ഉപയോഗിക്കാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്ന ഒരു വഴിയാണ്, നിങ്ങൾ ഇങ്ങനത്തെ ഒരു 10 കുട്ടികളെ കാണുക, അങ്ങനത്തെ 10 കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഒരു ചെയിൻ വഴിയാണ്. ഇപ്പം 2000 രൂപയുടെ ഒരു ലഹരി അത് 8000-10,000 രൂപയ്ക്ക് കൊടുത്ത് അടുത്ത ലാർജർ ക്വാണ്ടിറ്റിയിലേക്ക്, അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനായിട്ടും ഒരു അവസരം വരുന്നു. ഇത്തരത്തിലൊരു നെറ്റ്വർക്ക് സിസ്റ്റം ബേസ്ഡ് ഓൺ നമ്മുടെ സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ ഇൻഫ്ലുവൻസ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ. തീർച്ചയായും ഗൗരവമുള്ള സാമൂഹ്യ സാഹചര്യമാണ്. ഒരു ചെറിയ ഇടവേള എടുത്തതിന് ശേഷം ഈ വിഷയത്തിലേക്ക് മടങ്ങിയത്. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ എം വിജിൻ, ഇപ്പോൾ എൻഫോഴ്സ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ പഴയ കാലമല്ല, പ്രത്യേകിച്ച് കോവിഡ് അനന്തരം വളരെ ഫാസ്റ്റായിട്ടുള്ള ചേഞ്ച്, വേഗത്തിലുള്ള മാറ്റം നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്, സമൂഹത്തിൻ്റെ കൺസംഷൻ രീതികളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന വിധത്തിൽ നമുക്ക് ഈ പറഞ്ഞ എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, അതിന് കൂടുതൽ ആധുനികീകരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പഴയ മോഡലിൽ നിന്ന് നമ്മൾ 2010-ലോ 2015-ലോ സ്വീകരിച്ച അതേ ആക്ഷനും അതേ പ്ലാനും ഇപ്പോൾ വർക്കൗട്ട് ആവില്ല, സാധിക്കില്ല. അതുകൊണ്ട് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇഷ്യൂവേ അല്ല. അപ്പോൾ ഇത് ഒരു ഇഷ്യൂ ആയി സഭയിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ ഒക്കെ വരുമ്പോൾ അതേക്കുറിച്ച് ഇങ്ങനെ ഘോരം പ്രസംഗിക്കുക എന്നുള്ളതിനപ്പുറത്ത് നമ്മൾ അവിടെ ഒരു ഫോക്കസ് കൊടുക്കുക, ഒരു കുറച്ചധികം പണം ഈ വിഷയത്തിലേക്ക് നീക്കിവെക്കുക, അതിനൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക. അങ്ങനെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാനിലേക്ക് പോകേണ്ട സമയം കേരളത്തിൽ വന്നിരിക്കുന്നു. ഇതാണ് അതിന്റെ സമയം എന്ന് തോന്നുന്നില്ലേ? അല്ല, ഇവിടെ എനിക്ക് തോന്നുന്നത് ശ്രീ റോജി എം ജോണും ശ്രീ പിന്റു മഹാദേവിയോട് സംസാരിച്ചപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻ ഇവിടെ വളരെ കൃത്യമായി നാം ഒരു കാര്യം കൂടി ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഞാനിവിടെ ആവർത്തിക്കുകയാണ്. ഇവിടെ കേരളമാണ് എന്തോ ഈ ലഹരി ഉപയോഗത്തിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഇതിൽ നാം പ്രധാനമായും കാണേണ്ടത് ദേശീയ തലത്തിലൊരു പഠന റിപ്പോർട്ട്, അത് മാഗ്നിറ്റ്യൂഡ് ഓഫ് സബ്സ്റ്റൻസ് യൂസ് ഇൻ ഇന്ത്യ 2019. അതിൻ്റെ കണക്കിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം ദേശീയ തലത്തിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഞാൻ ആധികാരികമായി പറയാൻ വേണ്ടിയിട്ടാണ് ഈ കണക്കുകൾ ഉപയോഗിക്കുന്നത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ PIB പുറത്തിറക്കിയ 2024 പത്രക്കുറിപ്പ് അനുസരിച്ച് 25,000 കോടിയാണ് മയക്കുമരുന്നിൽ ഇന്ത്യയിൽ പിടികൂടിയത്. 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടികൂടി. കേരളത്തിൽ അത് വളരെ ചെറിയ തുകയുടേതാണ്. ഞാനിതിവിടെ പറയാൻ കാരണം, ഒന്ന്, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ അത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ ഗൗരവമായി തന്നെ നമ്മുടെ ഗവൺമെന്റ് കാണുകയാണ്. അബ്കാരി കേസുകളിൽ 94%, ലഹരി മരുന്ന് കേസുകളിൽ 97.4% പ്രതികൾ അറസ്റ്റിലായ സംസ്ഥാനമാണ് കേരളം.
വളരെ വേഗതയിൽ അതിന്റെ ആക്ഷൻ എടുക്കുന്നു. അതിനൊപ്പം ഈ ലഹരി എന്നത് ഒരു ആക്ഷനിലൂടെ മാത്രം അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. അതല്ലേ നമ്മൾ ഇവിടെയും ഗൗരവത്തോട് ചർച്ച ചെയ്യുന്നത്. ഇതിൽ ബോധവൽക്കരണം വളരെ പ്രധാനപ്പെട്ടതാണ്. വിമുക്തിയിലൂടെ കഴിഞ്ഞ ഗവൺമെന്റിന് 2022 ശേഷം നമ്മുടെ സർക്കാർ തീരുമാനിച്ച നിയമസഭയിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ ഇടപെടലിന് ശേഷം വിദ്യാലയങ്ങളെ ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്കറിയാം. അതിനെ തുടർന്നുള്ള ഒരുപാട് ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. 59,917 സ്കൂളുകളിലാണ് ബോധവൽക്കരണ പരിപാടികൾ ഒരു വർഷം മാത്രം സംഘടിപ്പിച്ചത്. 5,828 കോളേജുകൾ പരിപാടികൾ സംഘടിപ്പിക്കുക, ആക്ഷൻ പ്ലാനുകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ കൃത്യമായി എൻഫോഴ്സ്മെന്റിലും കേരളം ഒന്നാമത് എന്ന രീതിയിൽ തന്നെ ഇന്ത്യയിൽ കണക്കുകൾ വെച്ച് മുന്നേറാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഞാനിവിടെ കണക്കുകൾ വെച്ച് ഇതിനെല്ലാം മറികടന്ന് പോകണം എന്നല്ല പറയുന്നത്. എക്സൈസ് സംവിധാനം വളരെ ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ട്. കേരളത്തിലെ പോലീസ് സംവിധാനം ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ട്. ഇനിയും ഇടപെടണം. അതാണ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത്, ഇനിയും ഇടപെടണം. പക്ഷെ ഒരു ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഇവിടെ വന്ന് കേരളം എന്തോ ഒരു ആക്ഷനും ഉണ്ടാകുന്നില്ല, കേരളം അവിടെ ഇടപെടുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും നന്നായി എൻഫോഴ്സ്മെന്റ് ഉള്ളത് കേരളത്തിലാണ്. കണക്കുകൾ ഡാറ്റ വെച്ചുകൊണ്ടാണ് പറയുന്നത്. കേരളത്തിലല്ല. നോക്ക്, ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ വരുന്നത് എവിടെയാണ് എന്ന ചോദ്യത്തിന് ഇന്ത്യയിലെ ചില തുറമുഖങ്ങൾ രാജ്യസഭയിൽ മറുപടി കൊടുക്കുകയുണ്ടായി. അതിൽ കേരളത്തിലൊരു തുറമുഖവും ഇല്ല. എന്തുകൊണ്ടാ? കേരളത്തിലൊരു തുറമുഖത്തിലും ഇറക്കാൻ ഈ ലോബിക്ക് പറ്റില്ല. കാരണം അത്രയും ആക്ഷൻ കേരളത്തിൽ നടപ്പിലാക്കപ്പെടുന്നുണ്ട് എന്നതുകൊണ്ടാണ്. ഇവിടെ നാം ചർച്ച ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗം, പ്രിന്റു മഹാദേവയോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കേന്ദ്രത്തിന് കുറച്ചുകൂടി കൂടുതലായിട്ട് ഇടപെടൽ നടത്താൻ സാധിക്കില്ലേ? ഇവിടെ നമുക്ക് പലപ്പോഴും കേസുകൾ എടുത്ത് ബെയിലബിൾ കേസുകളാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ജാമ്യം കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു? അത് നർക്കോട്ടിക് ആക്ട് 1985, ആ ആക്ടിൽ 0.5 ml താഴെ MDMA ആണെങ്കിൽ കേസില്ല, ജാമ്യത്തിൽ വിടാം. 1 കിലോഗ്രാമിൽ 1 കിലോഗ്രാമിൽ താഴെ 999 ഗ്രാം ആണെങ്കിൽ കഞ്ചാവ് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ജാമ്യം കൊടുക്കുകയാണ്. ആ ആക്ടിൽ ഉൾപ്പെടെ ഭേദഗതി വരുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സംസ്ഥാനത്ത് സാധിക്കുന്ന ഒന്നാണോ? അത് വളരെ ഗൗരവപൂർവ്വം നാം ചർച്ച ചെയ്യേണ്ടതല്ലേ? കേന്ദ്രം അതിൽ ആക്ട് ചെയ്യേണ്ടതില്ലേ? വളരെ ഗൗരവത്തോടുകൂടി കേന്ദ്ര ഗവൺമെന്റ് നിയമ ഭേദഗതി ഉൾപ്പെടെ കൊണ്ടുവരേണ്ട ഒരു ഘട്ടം ഈ കാര്യത്തിൽ, ലഹരിയുടെ കാര്യത്തിൽ എത്തി നിൽക്കുന്നു എന്നാണ്. സംസ്ഥാനത്തിന് അത് പരിമിതിയില്ലേ? പക്ഷെ കേരള ഗവൺമെന്റ് ഇതിനകത്ത് എൻഫോഴ്സ്മെന്റിന്റെ കാര്യത്തിലും കണക്കുകൾ വെച്ച് നോക്കിയാലും ഗവൺമെന്റ് ഇടപെടലുകൾ വെച്ച് നോക്കിയാലും ടെക്നോളജി ഉൾപ്പെടെയുള്ള പിൻബലത്തോടു കൂടി തന്നെയാണ്. ഞാൻ വേണമെങ്കിൽ അതെല്ലാം ഓരോന്നെടുത്ത് വിശദീകരിക്കാം. കേരള പോലീസിൽ ഇതിനു വേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങൾ. ഇപ്പോൾ മാതൃഭൂമിയുടെ സൂപ്പർ പ്രൈം ചർച്ചയിൽ ഞാൻ കയറുന്നതിന് 2 മിനിറ്റ് മുന്നേ മാതൃഭൂമിയിൽ വന്ന വാർത്ത എന്താ? ജർമ്മനിയിൽ നിന്ന് കൊറിയർ വഴി വന്ന് MDMA ഇവിടെ പിടിച്ചിരിക്കുന്നു എന്നാണ്. ആര്? എക്സൈസ് പിടിച്ചിരിക്കുന്നു എന്നാണ് വാർത്ത. എക്സൈസ് പ്രതിയെ ഉൾപ്പെടെ പിടിച്ചിരിക്കുന്നു. ആക്ഷൻ എത്ര വേഗതയില്ല! കേരളത്തിൽ ഇത്തരം ആക്ഷൻ വളരെ വേഗതയിൽ നടത്താൻ കേരളത്തിൽ എക്സൈസിനും പോലീസിനും നമ്മുടെ ഗവൺമെന്റിനും ഒക്കെ സാധിക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രം പോരാ എന്നുള്ളതാണ്. അതാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞത്. അത് മാത്രം പോരാ, പലതരത്തിലുള്ള പഠനങ്ങൾ നാം നടത്തേണ്ടതായിട്ടുണ്ട്. മഹാവിപത്തിനെതിരായ ഒരുപാട് ഇടപെടലുകൾ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് ശ്രീ സുഭാഷ് ബാബു അദ്ദേഹം പറയുമ്പോൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന അക്രമോത്സുകതയെ നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്യണം? അത് കുടുംബത്തിൽ നാം ചർച്ച നടത്തേണ്ടതുണ്ട്. അത് സ്കൂളുകളിൽ അധ്യാപക വിദ്യാർത്ഥി ബന്ധവുമായി ചേർത്ത് വെച്ചുകൊണ്ട് ചർച്ച നടത്തേണ്ടതുണ്ട്. സമൂഹത്തിൽ ഇവർ ഇടപെടലുകളെ സംബന്ധിച്ചിടത്തോളം ചർച്ച നടത്തേണ്ടതുണ്ട്. അതിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ ഇവർ ഉപയോഗിച്ച് അഡിക്റ്റ് ആവുന്നതിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും തിരക്കാണ്. ഇവരുടെ ഒരു പ്രശ്നം പറയാൻ, നേരത്തെ ആണെങ്കിൽ കൂട്ടുകുടുംബം ഉണ്ടാകുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടാവും. എന്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് പറയാനുണ്ട്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും തിരക്കാണെങ്കിൽ എൻ്റെ പ്രയാസങ്ങൾ കേൾക്കാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മുത്തശ്ശിയും ഉണ്ടായിരുന്നു. അവരെനിക്ക് ഉപദേശം തരുമായിരുന്നു. ജീവിത സ്റ്റൈലിൽ മാറ്റം വരുന്നു. ഇത് കേൾക്കാൻ പറ്റാത്തപ്പോൾ ഡിജിറ്റൽ മേഖലയിലേക്ക് കടക്കുകയും അഡിക്റ്റായി മാറുകയും ചെയ്യുന്നു. സിനിമയെ നമ്മൾ ലഘൂകരിച്ച് കണ്ടതുകൊണ്ട് കാര്യമില്ല. സിനിമ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. ഞങ്ങളുടെയൊക്കെ അങ്ങനെ എൻ്റെ ചെറുപ്പം എന്നല്ല, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ അടുത്ത വീട്ടിൽ ദൂരദർശനിലെ വൈകുന്നേരം സിനിമ കാണാൻ പോകുമ്പോൾ ആകാശദൂതൊക്കെ കണ്ട് കണ്ണ് നനഞ്ഞൊരു ബാല്യം നമുക്കുണ്ട്. അല്ലെങ്കിൽ വാത്സല്യവും ഭരതമൊക്കെ കണ്ട് കണ്ണ് നനഞ്ഞ ഒരു ആകാശദൂതൊക്കെ ഒരു ഹ്യൂമാനിറ്റി സൈഡൊക്കെ നമ്മളെ ചെറുപ്പത്തിൽ പകർന്ന വലിയ തലങ്ങളുണ്ട്. ഞാനത് സൂചിപ്പിക്കല്ല. പക്ഷെ ഇപ്പോൾ വരുന്ന സിനിമകൾ അതൊരുപാട് ഒരു സിനിമയിൽ ഗ്യാസിന്റെ സിലിണ്ടർ കൊണ്ട് ഒരു കുട്ടിയെ, ഞാൻ അതിൻ്റെ അപ്പുറം പറയുന്നില്ല, ഇതൊക്കെയാണ് കാണിച്ചു തരുന്നത്. അതിനപ്പുറം സിനിമയിൽ ഉണ്ടാകുന്ന വയലൻസ്, കൂടുതൽ ആളുകളെ കൊല്ലുന്ന ആൾ ഹീറോ ആകുന്ന സാഹചര്യം, അതിൽ ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗം, അതിലും കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനം.
ഗവൺമെന്റ് നന്നായി action ഹിംസാത്മകമായ ചെയ്യുന്നുണ്ട്. രംഗങ്ങൾ കൊണ്ട് പേടിപ്പിച്ചു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ അപ്പോഴും ഉള്ള ഒരു ചോദ്യം, ഇപ്പൊ നമ്മൾ പറയുന്ന ആവേശമാണ് അല്ലെങ്കിൽ മാർക്കോയാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മളത് കണ്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഈ ജെൻസി കിഡ്സ് അല്ലെങ്കിൽ ആൽഫ കിഡ്സ് കാണുന്ന കണ്ടന്റ് ശരിക്കും നമ്മൾ കാണുന്നതാണോ എന്ന വേറൊരു പ്രശ്നമുണ്ട്. അവർ ഇതിനേക്കാളും നമ്മൾ കാണാത്ത കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു വിഷയം കൂടിയുണ്ട്. അപ്പോൾ ഇനി നാളെ മുതൽ മലയാള സിനിമയിൽ ഒരു മാർക്കോയോ പണിയോ അതല്ലെങ്കിൽ ആവേശമോ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും അവർ കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റ് എന്താണെന്ന് നമുക്ക് അറിയുക പോലുമില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. അല്ല, തീർച്ചയായും അങ്ങ് പറയുന്ന ആ വാദത്തോട് തന്നെ ഞാൻ പൂർണ്ണമായി അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചയിൽ ചെയ്യുന്നത്. പക്ഷെ അതൊരു ഘടകമാകുന്നുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലരിലെങ്കിലും അത്തരം സ്വാധീനം ഉണ്ടാകുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. 1999 21 സഹപാഠികളെ വെടിവെച്ച് അമേരിക്കയിൽ വെടിവെച്ചു കൊന്ന, അധ്യാപകനെ വെടിവെച്ചു കൊന്ന ഒരു വിദ്യാർത്ഥിയുടെ അനുഭവത്തെ കേരളം ഞെട്ടലോടെ ചർച്ച ചെയ്തതിൽ നിന്ന് ഇന്ന് ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കുടുംബത്തിലെ 5 പേരെ ചുറ്റികൊണ്ട് തലക്കടിച്ചു കൊല്ലുകയും കൂട്ടുകാരനെ വളഞ്ഞിട്ട്, ഒരു 10ാം ക്ലാസ്സുകാർ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നതിലേക്കും കൊലപ്പെടുത്തുന്നതിലേക്കും കേരളം എത്തുന്നു എന്ന് പറയുമ്പോൾ 99 നാം ഞെട്ടലോടെ അമേരിക്കയിലെ വാർത്ത വായിച്ചുവെങ്കിൽ ഇത് ഞെട്ടലോടെ കേരളം വായിക്കുന്നുണ്ട്. അതിൽ ഈ ഘടകങ്ങളെയെല്ലാം നാം ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അത് കേവലം ഈ ചർച്ചയിൽ വന്ന് അത് ഗവൺമെന്റിന്റെ മാത്രം അങ്ങനെയല്ല നാം ഇതിനെ കാണേണ്ടത്. ഗവൺമെന്റ് നല്ല രീതിയിൽ ആക്ഷൻ എടുക്കുന്നുണ്ട്, ഗവൺമെന്റ് നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും നല്ല എൻഫോഴ്സ്മെന്റ് കണക്കുകൾ പ്രകാരമുള്ള സംസ്ഥാനമാണ് കേരളം. അത് മാത്രം പോരാ, നമുക്ക് ചേർന്നിരിക്കണം, കൂട്ടായി നമുക്ക് ഈ വിപത്തിനെതിരായിട്ടുള്ള പോരാട്ടം. ശരിയാണ്, ശരി. അവിടെ ശ്രീ റോജി എം ജോൺ, ഇവിടെ ഇപ്പോൾ ഒന്ന് ലഹരിയുടെ ഉപയോഗം മാത്രമല്ല പ്രശ്നം, ലഹരി ഇല്ലാതെയും അങ്ങേയറ്റം ക്രൂരമായ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന ഒരു വശം. രണ്ടാമത്തേത് ചില പാറ്റേൺ പരിശോധിച്ചാൽ ഇപ്പോൾ ഈ ഷഹബാസിന്റെ മരണമാവട്ടെ, അതിനു മുൻപ് എറണാകുളത്ത് ഒരു പബ്ലിക് സ്കൂളിൽ നടന്ന മെഹിറിന്റെ മരണമാവട്ടെ, ഈ മരണത്തിന് ശേഷം പോലും സഹപാഠികളായ അല്ലെങ്കിൽ ഒപ്പം ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ഒട്ടും അനുതാപം തോന്നുന്നില്ല എന്ന് മാത്രമല്ല മരണത്തെപ്പോലും പരിഹസിക്കുന്നത് അവരുടെ ഇൻസ്റ്റഗ്രാം ചാറ്റുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അത്ര ഇൻസെൻസിറ്റീവാണ്. ഒരു അപകടം ഉണ്ടായ ശേഷം പോലും ഞാൻ അവൻ്റെ കണ്ണ് തകർത്തു അല്ലെങ്കിൽ എനിക്ക് അടിക്കാൻ പറ്റിയില്ല, കണ്ണിന് 4 കുത്തു കൊടുക്കാനേ പറ്റുള്ളൂ എന്നൊക്കെ എങ്ങനെയാണ് കുട്ടികൾ ഏത് മനോനിലയിലാണ് ചിന്തിക്കുന്നത് എന്നുള്ളതൊരു പ്രശ്നമാണല്ലോ. അപ്പോൾ അവിടെ വലിയ സാമൂഹ്യ പ്രശ്നം കൂടിയുണ്ട്. അത് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന വിഷയമല്ലേ. ഏത് സർക്കാർ വിചാരിച്ചാലും മനുഷ്യത്വം പകർന്നു നൽകുക എന്നുള്ളത് സാധിക്കുന്ന കാര്യമല്ലല്ലോ. അത് കൾട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ട, സ്വമേധയാ ഉണ്ടാവേണ്ട ഒന്നാണ്. അങ്ങനെ ഉണ്ടാവുന്നില്ലെങ്കിൽ അവിടെ ഗൗരവമായ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പൊ അതുകൂടി എങ്ങനെ പരിഹരിക്കും എന്ന് നിങ്ങളെ പോലുള്ള പൊതുപ്രവർത്തകർ ആലോചിക്കണ്ടേ? പക്ഷേ തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരാം. ഇവിടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചർച്ചകളിലെല്ലാം കാണുന്ന ഒരു കാര്യം, ഇന്ന് നിയമസഭയിലായാലും നമ്മൾ കണ്ട കാര്യം, ലോകം മുഴുവൻ ലഹരിയുണ്ട്, അതുകൊണ്ട് കേരളത്തിലും ഉണ്ട്, ഇവിടെ അത് കുഴപ്പമില്ല, അല്ലെങ്കിൽ പഞ്ചാബിൽ ഉള്ളതിൻ്റെ അത്രയും കേസുകൾ കേരളത്തിലില്ല. ഇതല്ലല്ലോ നമ്മൾ എടുക്കേണ്ട ഒരു സമീപനം. ഇത് മറ്റേ ഓട്ട മത്സരം അല്ലെങ്കിൽ വേറെ മത്സരം, ഇതൊരു മത്സരമൊന്നും അല്ലല്ലോ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ടുള്ള. കേരളം ഇന്ന് ഇത് അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു സാമൂഹിക വിപത്താണെന്ന് നമ്മളിവിടെ തിരിച്ചറിയുകയാണ്. ഇത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എത്ര കേസുണ്ടായി എന്ന് താരതമ്യം ചെയ്ത് നമ്മൾ സ്വയം ആശ്വസിക്കേണ്ടുന്ന ഒരു വിഷയമല്ലല്ലോ. ഇവിടെ നമ്മൾ കാണേണ്ടുന്ന കാര്യം, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പരമ്പരാഗതമായി അവലംബിച്ചു വരുന്ന അതേ നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ആകെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഏതാണ്ട് 5000-നും 6000-നും ഇടയ്ക്കുള്ള പേഴ്സണൽസിനെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമായി ഇത് മാറിയിരിക്കുകയാണ്. സാഹചര്യം മാറി, പ്രശ്നങ്ങൾ മാറി, ക്രൈമിൻ്റെ നേച്ചർ മാറി, അല്ലെങ്കിൽ എക്സൈസ് കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം തന്നെ മാറി. നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് എന്ത് മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ ചോദിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ സ്വയം വിമർശനപരമായിട്ട് നമ്മൾ കാണേണ്ടുന്ന ഒരു ചോദ്യമല്ലേ അത് ഇവിടെ. കാരണം ഇവിടെ ഇനി അഭിലാഷ് പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. കൊതുകിനെ കൊല്ലുന്ന ലാഘവത്തോടു കൂടിയിട്ടാണ് കുടുംബാംഗങ്ങളെ, പ്രായപൂർത്തിയാവാത്ത കുട്ടികളും അല്ലെങ്കിൽ ചെറുപ്പക്കാരും ഒക്കെ കൊല്ലുന്നത്, സുഹൃത്തുക്കളെ കൊല്ലുന്നത്. നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള വയലൻസ് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. ഇവിടെ പറഞ്ഞതുപോലുള്ള ആക്രമണോത്സുകത ചെറുപ്പക്കാരുടെ ഇടയിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഇടയിലൊക്കെ വളർന്നു വരുന്നത് നമ്മൾ കാണുകയാണ്. സിനിമകളുടെ സ്വാധീനം ഉണ്ടാവാം, സിനിമകളുടെ സ്വാധീനം ഒരു പരിധിവരെയൊക്കെ ഉണ്ട് എന്ന് തന്നെ നമ്മൾ കാണേണ്ടതായിട്ട് വരും. ചില സിനിമകൾക്കൊക്കെ സെൻസർ ബോർഡൊക്കെ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് എന്ന് ഞങ്ങളൊക്കെ അത്ഭുതപ്പെടാറുണ്ട്. ചില സിനിമകളൊക്കെ ഇവിടെ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ചില സിനിമയൊക്കെ കണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ട്, ഇത്രയും വലിയ വയലൻസ് ആണെന്ന് കേട്ടിട്ട് എന്താണെന്ന് കാണാൻ ശ്രമിച്ചിട്ട് അത് പൂർണ്ണമായിട്ടും കാണാൻ എൻ്റെ മനസ്സ് എന്നെ അനുവദിച്ചില്ല. കാരണം അത് ഒരു പരിധി, ഒരു പകുതിയായപ്പോൾ നമ്മളത് നിർത്തുകയാണ് ചെയ്തത്.
അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ ഇവിടെ ആഘോഷിക്കപ്പെടുന്നു. അതിനൊക്കെ സെൻസർ ബോർഡ് അനുമതി കൊടുക്കുന്നു. അതൊരു വശത്ത് നിൽക്കുന്നു. ഇവിടെ എല്ലാ തരത്തിലുമുള്ള ആക്രമണങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ്. ഇവിടുത്തെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കുന്നത് രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കൾ നമുക്കിവിടെ ഉണ്ടാകുന്നു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ക്യാമ്പസുകൾക്കകത്ത് ആക്രമണം പ്രോത്സാഹിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. ഇനി താങ്കൾ പറഞ്ഞ ചോദ്യം, ഇവിടെ ഇത് പുതുതായിട്ടുണ്ടായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഞാൻ പറഞ്ഞ ഒരു 15 വർഷം മുമ്പ് അല്ലെങ്കിൽ 10 വർഷം മുമ്പ് ഉള്ളതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിലെ ക്യാമ്പസുകളിൽ അതുപോലെ തന്നെ സ്കൂൾ ക്യാമ്പസുകളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. അതിനെതിരെ പ്രതിരോധിക്കുവാനായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ നമ്മൾ എന്ത് മാറ്റമാണ് കൊണ്ടുവരുന്നത്? നമ്മുടെ വിദ്യാഭ്യാസത്തിന് നമ്മളെ സ്കൂൾ പാഠ്യപദ്ധതി എന്നൊക്കെ പറയുന്നത് ഞാൻ പഠിച്ച കാലത്തും അഭിലാഷ് പഠിച്ച കാലത്തും ഒക്കെയുള്ള പാഠ്യപദ്ധതിയിൽ നിന്നും വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തന രീതിയിലൊന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നില്ല. അധ്യാപകർ പറഞ്ഞാൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ കേൾക്കുമോ? അധ്യാപകർക്ക് പോലും വിദ്യാർത്ഥികളെ പേടിയാണ്. ഒരു വിദ്യാർത്ഥിയെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ വഴക്ക് പറയാനോ പോലും പലപ്പോഴും അധ്യാപകർ ഭയപ്പെടുകയാണ്. ഇവിടെ പല സ്കൂളുകളിൽ ആയിരക്കണക്കിന് അധ്യാപകരുടെ ഒഴിവുകളാണ് സ്കൂളുകളിൽ നികത്താതെ കിടക്കുന്നത്. അപ്പോൾ സ്കൂളുകൾക്ക് അധ്യാപകർക്ക് വിദ്യാർത്ഥികളുടെ മേൽ കൺട്രോൾ ഇല്ലാണ്ട് വരുന്നു. സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുന്നു. ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഇന്ന് വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ സാധിക്കുന്നത് അധ്യാപകർക്കാണ്. നമ്മൾ ഈ ലഹരിയുടെ ഇത്രയും വലിയൊരു വിപത്തുണ്ടാകുമ്പോൾ അതിനെതിരായിട്ട് സ്കൂളുകൾ കേന്ദ്രീകൃതമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമായിട്ട് പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ എന്ത് മാറ്റമാണ് നമ്മളവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്? അത് ലഹരിയുടെ കാര്യത്തിലായാലും ആക്രമണോത്സുകതയുടെ കാര്യത്തിലായാലും ഈ വയലൻസിൻ്റെ കാര്യത്തിലായാലും ഒക്കെ നമുക്ക് ഇത് താഴെ ചെറിയ പ്രായത്തിൽ തുടങ്ങി ഇതിനെതിരെ ഒരു പ്രതിരോധം, ഒരു അവബോധം സൃഷ്ടിക്കുവാനായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ബോധ്യം അല്ലെങ്കിൽ യുവതലമുറയുടെ ചിന്ത ആ രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടതായിട്ടില്ലേ? ഇവിടെ ലഹരി ഉപയോഗിക്കുന്നതും കൂടെ നിൽക്കുന്നവനെ തല്ലി ചതയ്ക്കുന്നതും കൂടെ നിൽക്കുന്നവൻ്റെ കാലും കൈയും തല്ലി ഓടിക്കുന്നതും അല്ലെങ്കിൽ അവനെ കൊല്ലുന്നതും ഒക്കെ ആണത്തമാണ്, അല്ലെങ്കിൽ അത് ഏതാണ്ട് വലിയ സംഭവമാണ് എന്ന് ഒരു എന്താ പറയുന്നത്, ഒരു വലിയ നേട്ടമായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ട് നമ്മൾ ഇടപെടൽ നടത്തണ്ടേ? അതിനെതിരായിട്ട് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിലും പാഠ്യപദ്ധതിയിലും ഒക്കെ കാതലായിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ നമ്മളിതൊന്നും ചെയ്യുന്നില്ല. നമ്മളൊക്കെ ഇപ്പോഴും ആ സ്റ്റാറ്റസ് കോയിൽ നമ്മൾ പഴയ സംവിധാനത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളുകൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ പ്രശ്നം. ഇവിടെ സാഹചര്യം മാറിയതിനനുസരിച്ച് സർക്കാരും ഭരണ സംവിധാനവും, അത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാര്യത്തിലായാലും മറ്റ് വകുപ്പുകളുടെ കാര്യത്തിലായാലും മാറ്റങ്ങളുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ സർക്കാർ ചെയ്യുന്ന ഒരു കാര്യം വിമുക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ്. ഞാൻ ഈ വിമുക്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പരിപാടികളിലും സ്കൂളുകളിലൊക്കെ പോയിട്ടുണ്ട്. വെറും പ്രഹസനമാണ്. ഞാൻ ഈ പറഞ്ഞ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് 5000-ൽ ശിഷ്ടം ആളുകളെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ ഈ ബോധവൽക്കരണ പരിപാടിക്ക് പോകുമോ അതോ അവർ എൻഫോഴ്സ്മെൻറ്റിന് പോകുമോ? അവർക്ക് എൻഫോഴ്സ്മെൻറ്റ് തന്നെ കൃത്യമായിട്ട് നടത്താനായിട്ട് അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോഴാണ് അവരെ കൊണ്ട് ഈ ബോധവൽക്കരണ പരിപാടികൾ വിമുക്തി എന്ന് പറഞ്ഞിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് നടത്തിക്കുന്നത്. ഞങ്ങളിന്ന് നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് കേരളത്തിൽ ഇത് കൊടുക്കുന്നതും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഇത് കഴിക്കരുതെന്ന് പറയുന്നതും. എനിക്ക് ദയവ് ചെയ്ത് എനിക്ക് സർക്കാരിനോടും പറയാനുള്ളത്, ഈ വിമുക്തി പോലുള്ള പരിപാടികൾ അല്ലെങ്കിൽ ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം അത് സാമൂഹ്യനീതി വകുപ്പിനെയോ അല്ലെങ്കിൽ സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റിനെയോ വിദ്യാഭ്യാസ വകുപ്പിനെയോ മറ്റ് വകുപ്പുകളെയൊക്കെ ഏൽപ്പിക്കണം. അവർക്കത് കുറെ കൂടി ഫലപ്രദമായിട്ട് ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നമ്മൾ പറയുന്നുണ്ട് ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ ബദലെന്ന് പറയുന്നത് സ്പോർട്സാണ്. നമ്മളെല്ലായിടത്തും നമ്മൾ പറയാറുണ്ട് സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പോൾ പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും ഒക്കെ ഒരു മോഡലുണ്ട്. പഞ്ചാബിലും ഹരിയാനയിലുമൊക്കെ ലഹരിയുടെ വലിയ വ്യാപനം ഉണ്ടായി. ഹരിയാന എന്താണ് ചെയ്തത്? അവിടെ കോൺഗ്രസ് ഗവൺമെൻറ്റൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അവിടെ സ്പോർട്സിന് വലിയ പ്രാധാന്യം കൊടുത്തു. അവിടെ ഗ്രാമാന്തരങ്ങളിൽ അവിടെ ഗുസ്തി ഉൾപ്പെടെയുള്ള കായിക ഇനങ്ങൾക്ക് വലിയ പ്രചാരം കൊടുത്തു. ഇപ്പോൾ നമ്മൾ എന്താ കാണുന്നത്? ഒരു കാലഘട്ടത്തിൽ ദേശീയ ഗെയിംസിൽ അല്ലെങ്കിൽ എല്ലാ കായിക മേളകളിലും പഞ്ചാബ് വലിയ തരത്തിൽ സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കി 1ാം സ്ഥാനത്ത് വന്നിരുന്ന പഞ്ചാബിനെ നമുക്കിപ്പോൾ എവിടെയും കാണാൻ കഴിയില്ല. ഇപ്പോൾ ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ്, ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങൾ കൂടുതൽ മെഡലുകൾ നേടി മുന്നോട്ട് വരുന്നു. കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കായിക രംഗത്ത് എന്ത് മാറ്റങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്നത്? സ്പോർട്സിനെ ഒരു ബദലായിട്ട് കൊണ്ടുവരാൻ സ്കൂളുകളിൽ സ്വിമ്മിംഗ് പൂൾ പണിയുമെന്ന് പറഞ്ഞു, പണിതോ? ഇവിടെ എല്ലാ പഞ്ചായത്തിലും ഗ്രൗണ്ട് പണിയെന്ന് പറഞ്ഞു, പണിതോ? നമ്മൾ കായിക രംഗത്ത് കായിക താരങ്ങളെ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ഇവിടെ ദേശീയ ഗെയിംസിൽ സ്വർണ്ണം കിട്ടിയ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു, അവർക്ക് കൊടുത്തോ? അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കൊടുക്കുന്നില്ല. ഞാൻ പറയുന്ന ഡ്രഗ്സിനെതിരായിട്ട് ഇത് ഉപയോഗിക്കരുത് എന്ന് എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പറഞ്ഞതുകൊണ്ട് മാത്രം ആളുകൾ ഉപയോഗിക്കാതിരിക്കത്തൊന്നുമില്ല.
അതിന് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവണം. അതിനുള്ള ഏറ്റവും വലിയ ബദൽ എന്ന് പറയുന്നത് സ്പോർട്സ് ആണ്. നമുക്ക് ആ രീതിയിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടതായിട്ടുണ്ട്. ആ രീതിയിൽ വലിയ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. പരമ്പരാഗതമായിട്ട് ഏതെങ്കിലും ഒരു ടൂർണമെന്റ് നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ പരിപാടികൾ നടത്തിയതുകൊണ്ടോ അല്ല, നമുക്ക് ഇതിനെ ഒരു ബദലായിട്ട് വളർത്തിക്കൊണ്ടുവരാനായിട്ട്, ഒരു കായിക സംസ്കാരം, ഒരു ഫിറ്റ്നസ് കൾച്ചർ കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സർക്കാർ ബോധപൂർവമായിട്ട് ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ കൂടെ നിൽക്കാന്നേ. ഇതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് പ്രവർത്തനങ്ങളിലും പ്രതിപക്ഷം കൂടെ നിൽക്കാൻ തയ്യാറാണ്. നമ്മൾക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യണം. പക്ഷെ നിർഭാഗ്യവശാൽ സർക്കാർ പരമ്പരാഗതമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയിൽ തന്നെ ഈ പുതിയ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ്. ശരി, പുതിയ പ്രശ്നങ്ങൾക്ക് പഴയ പരിഹാര മാർഗങ്ങൾ അനുയോജ്യമാവില്ല. പക്ഷെ പ്രിന്റു മഹാദേവ്, സുഹൃത്തുക്കളായ അധ്യാപകരൊക്കെ പറയുന്ന കാര്യം, പലരും പറയുന്ന കാര്യം, ഇപ്പോൾ വിദ്യാർത്ഥികളെ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അധ്യാപകരാൽ നിയന്ത്രിക്കപ്പെടേണ്ടവരാണോ വിദ്യാർത്ഥികൾക്ക് സ്വയം നിർണയാവകാശമില്ല എന്നുള്ളത് വേറൊരു വിഷയമാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ തെറ്റായ പ്രവണതകൾ കണ്ടാൽ പോലും അത് കണ്ണടക്കേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് പക്ഷേ അനുവദിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവിക്കുന്നത്? താങ്കൾ ഈ വിദ്യാഭ്യാസ മേഖലയുമായി കൂടി ബന്ധപ്പെട്ട ഒരാൾ എന്നുള്ള നിലയിൽ എന്താണ് ഈ പറഞ്ഞ ജനറേഷന് സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് ഈ അധ്യാപകരുമായി ബന്ധപ്പെട്ട്, അതുപോലെ സ്കൂളിങ്ങുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും അങ്ങ് പറഞ്ഞ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്കറിയാമല്ലോ, സത്യത്തിൽ ഇപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും ടീച്ചർമാരെ മൗനീഭാവങ്ങളാക്കി മാറ്റുന്ന ഒരു പൊതു സംവിധാനമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അപ്പോൾ നമുക്ക് കുട്ടികളുടെ ചേഞ്ച്, ഇപ്പം നേരത്തെ വിജിൻ പറഞ്ഞതുപോലെ ഈ നമ്മൾ സത്യത്തിൽ ആറാം തമ്പുരാനും നരസിംഹവും അല്ലെങ്കിൽ ആകാശദൂതും കണ്ടവരാണ്. ഇന്ന് നമ്മുടെ കുട്ടികൾ കാണുന്നത് ഈ കൊറിയൻ വെബ് സീരീസ് ആണ്. ഇപ്പോൾ എൻ്റെ 8 വയസ്സുള്ള മകൾ എന്നോട് ഒരു ദിവസം ഒരു കൊറിയൻ വെബ് സീരീസിൻ്റെ കുട്ടികളുടെ ഒരു കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴാണ് അത് പരിശോധിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പോൾ വലിയ രീതിയിലുള്ള കുട്ടികളുടെ ചേഞ്ച്, പ്രത്യേകിച്ച് അവരുടെ IQ ലെവലിലുള്ള ചേഞ്ച് വളരെ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മളൊരു 80-90 കാലഘട്ടത്തിൽ ജനിച്ചവരാണ്. അപ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിൽ 800 മോഡൽ വണ്ടിയാണുള്ളത്. ഇപ്പോൾ 2000 ശേഷമുള്ള ആ CC പോലെ എഞ്ചിൻ മേഖല ഉണ്ടായ വർധനം കുട്ടികൾക്ക് സമൂലമായിട്ടുള്ള വലിയ രീതിയിലുള്ള ചേഞ്ച്, പരിവർത്തനം കുട്ടികളുടെ മാനസികമായിട്ടുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻഫ്ലുവൻസർമാരുടെ സ്വാധീനം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നോക്കൂ, ഈ ചില ഇൻഫ്ലുവൻസർമാർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ, അവരുടെ സ്വാധീനം പ്രത്യേകിച്ച് ഒരു 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്കിടെ വ്യാപകമായിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർ അരാജകത്വമാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ അരാജകത്വം പ്രോത്സാഹിപ്പിക്കുന്ന ഇവരുടെ റാമ്പ് ഷോകൾക്ക് ഇവിടെ ഏതൊക്കെ രീതിയിലുള്ള അനുവാദങ്ങൾ കിട്ടുന്നുണ്ട്. ഇവർ നടത്തുന്ന പല നിശാ പാർട്ടികളും നിങ്ങൾ നോക്കൂ, കൃത്യമായിട്ട് മയക്കുമരുന്ന് അഡിക്റ്റ് ആയിക്കൊണ്ടാണ് ഇവർ പാർട്ടികൾ നടത്തുന്നത്. അതിന് കൃത്യമായിട്ട് ജാഗ്രതയോടുകൂടി, ഇപ്പം ഞാൻ ഇവർ റാമ്പ് ഗായകേഴ്സ് ആയിക്കോട്ടെ, ഇവരുടെ ഗാനം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ലഹരി പാർട്ടികൾക്ക് അനുമതി കിട്ടുന്നത് ഈ സംസ്ഥാന സർക്കാരിന് അതിന് അനുമതി കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ വരുന്ന അവരുടെ ഈ പറയുന്ന ആരാധക വൃന്ദന്മാർ ഈ കുട്ടികളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വളാഞ്ചേരിയിൽ ഒരു ഷോയുമായി ബന്ധപ്പെട്ട് ഒരു അരാജകത്വവാദിയായിട്ടുള്ള ഒരാൾ, അയാളെ പേര് പോലും ഞാൻ പറയുന്നില്ല, ആയിരക്കണക്കിന് കുട്ടികളാണ് സ്കൂളിൽ പോകാതെ അയാളെ കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം അപ്പോൾ ഇവിടെ ജാഗ്രത വേണം. കാരണം ഇവിടെ നമ്മുടെ സിലബസിനകത്ത് ഇപ്പം ഞാനും അഭിലാഷ് സാറും ഒക്കെ ഒരു ഐഡിയലിസ്റ്റ് കൺസെപ്റ്റിലാണ് നമ്മുടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. പക്ഷേ ഇന്ന് പ്രായോഗികവാദം ഇവിടെ സർക്കാരുകൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ആ പ്രായോഗികവാദം അടിച്ചേൽപ്പിക്കാതൊരു കാരണം സംസ്കാരം അല്ലെങ്കിൽ മതം അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ഇതിൻ്റെ സ്വാധീനം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആസൂത്രിതമായിട്ടുള്ള ഒരു ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഇടപെടൽ പാഠ്യപദ്ധതിയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു ഞാനൊരു രാഷ്ട്രീയം പറയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാകും? അരാജകത്വമുള്ള ഒരു ജനത ഇവിടെ സൃഷ്ടിക്കപ്പെടും. അരാജകത്വമുള്ള ജനതയെ സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് സത്യമാണ്. അവിടെ സംസ്കാരത്തെക്കുറിച്ച് പറയില്ല, നാഷണലിസം പറയില്ല, ദേശീയവാദം പറയില്ല, സമൂഹത്തെക്കുറിച്ച് പറയില്ല, ആദർശ പുരുഷന്മാരുണ്ടാവില്ല. നമ്മൾ നോക്കണം, നമുക്കൊരു ആദർശ പുരുഷന്മാരുണ്ടായിരുന്നു. നമ്മൾ ഗ്രന്ഥശാലകളെ പോയിട്ട് നമ്മൾ വായിച്ചറിഞ്ഞവരാണ്. നമ്മൾ നിരവധി പത്രമാധ്യമങ്ങളും ബുക്കുകളും MT ആയിക്കോട്ടെ ഒരുപാട് ആളുകളെ നമ്മൾ അറിഞ്ഞു. പുതിയ തലമുറയ്ക്ക് അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടുണ്ടോ? ഇല്ല. അപ്പോൾ അവരുടെ ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് വളരെ ചെറിയ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതിനനുസൃതമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ കൃത്യമായിട്ടൊരു പ്രത്യയശാസ്ത്ര അടിത്തറയിൽ തന്നെ ഉണ്ടാവുന്നു. അത് എല്ലാ മേഖലയിലും. ഇപ്പോൾ സിനിമാ മേഖല, ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു കാലഘട്ടത്തിൽ സിനിമാ മേഖലയിൽ വലിയ പ്രശ്നം രഞ്ജിത്തിൻ്റെ സിനിമകളാണ്. കാരണം രഞ്ജിത്തിൻ്റെ സിനിമകളിൽ കുളം കാണിക്കുന്നു, കാവ് കാണിക്കുന്നു, ഈ കൈകളിൽ ചരട് വരുന്നു. പിന്നീട് വന്ന സിനിമകൾ എങ്ങനെയാ? പിന്നീട് വന്ന കഞ്ചാവ് വരുന്ന സിനിമകൾ, ഈ കുടുംബത്തിലെ ചില സാമൂഹിക പ്രശ്നങ്ങളുടെ മേൽ ഒരുമിച്ചിരുന്ന് മദ്യം കഴിക്കുന്നു, ടോയ്ലറ്റുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സിനിമകൾ വരുന്നു. അപ്പോൾ ഇത് അല്ലെങ്കിൽ ഇത് കൾച്ചറിനെതിരാണ്, അല്ലെങ്കിൽ സംസ്കാരത്തിനെതിരാണ്, ഇത് കേന്ദ്ര സർക്കാരിനെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു പൊതു പരിപ്രേക്ഷ്യം സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ ഒരു മാർക്കോ സിനിമ മാത്രമല്ല, ഇപ്പോൾ നോക്കൂ, ഇടതുപക്ഷ പൊതുബോധമുള്ള ഒരാളാണ് ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന ഒരു സിനിമ ഇറക്കിയത്. അപ്പോൾ നോക്കി കേരളത്തിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ നോക്കൂ, ഇത് ഇവിടെ ഈ സാംസ്കാരിക, ഇപ്പോൾ ഗുജറാത്തിൽ ഒരു പട്ടി മരിച്ചു കിടന്നാൽ പ്രതികരിക്കുന്ന സാംസ്കാരിക
നായകന്മാർ ഇത്രയും കലകുഷമായിട്ടുള്ള കേരളത്തിലെ വിഷയത്തിൽ എന്താ പ്രതികരിക്കാത്തത്? അതിന് പ്രശ്നം എന്താണ്? അവർക്കും ഇത് ചങ്കുറപ്പോട് കൂടി പറയാൻ സാധിക്കില്ല, ഞങ്ങൾ ലഹരിക്ക് അടിമപ്പെടാത്തവരാണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ എനിക്ക് പറയാൻ സാധിക്കും. കാരണം എൻ്റെ ബ്ലഡിനകത്ത് ഒരു തുള്ളി ലഹരിയില്ല. കാരണം ഞാൻ പ്രത്യയശാസ്ത്രപരമായി ഒരു സംഘടന വിശ്വസിച്ചിട്ടുണ്ട്. ആ സംഘടനയുടെ ആദർശം എനിക്കുണ്ട്. അതുപോലെ പറയാൻ സാധിക്കും. ഐക്യതകൾ, ബിംബങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയത, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യാനുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ സുഭാഷ് ബാബു നേരത്തെ എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെ സ്ട്രെങ്തിനെ കുറിച്ചും മറ്റും ഒക്കെ പറയുകയുണ്ടായി. ഇവിടെ ഇപ്പോ ബോധവൽക്കരണത്തിന്റെ കാര്യവും പറഞ്ഞു. സമഗ്രമായി നമുക്കിപ്പോൾ ഒരു പോസ്റ്റ് കോവിഡ് സെനാരിയോയിൽ എന്ത് മാറ്റം വരുത്താൻ കഴിയുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, പ്രധാനമായിട്ട് ഈ മയക്കുമരുന്നിനെ സംബന്ധിച്ച് സപ്ലൈ ചെയിൻ കട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. നമ്മളുടെ സംസ്ഥാനത്തേക്ക് എല്ലാം പുറത്തുനിന്നാണ് ഈ ഡ്രഗ്സൊക്കെ വരുന്നത്. അതിനെ നമ്മൾ കട്ട് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നതിന് എന്തെങ്കിലും ഫലപ്രദമായി നടപടി എടുക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഏത് കേസ് പിടിച്ചു കഴിഞ്ഞാലും അതിനകത്ത് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാം അവരുടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനാണ്. എല്ലാം ഫോൺ ടു ഫോൺ കമ്മ്യൂണിക്കേഷനാണ്. അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള മെസ്സേജുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പ് അങ്ങനെയൊക്കെയുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത്, അതായത് ഒരു വൈഡ് വെബ് ഡിജിറ്റൽ സർവൈലൻസ് നമുക്കുണ്ടോ? ഇല്ല. ഈ അങ്ങനെ ഒരു വൈൽഡ് വെബ് സർവൈലൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഫോണുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ വ്യാപനമുള്ള പ്രത്യേക സ്ഥലത്ത് ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചുകൊണ്ട് അവരുടെ ആശയവിനിമയം നടത്തുന്നതും കമ്മ്യൂണിക്കേഷനും സപ്ലൈയും ഏതിലാണ്? ഈ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ്, അതായത് ടെലിഫോൺ, ഈ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കമ്മ്യൂണിക്കേഷൻസിൽ അതേമാതിരിയുള്ള ഡിജിറ്റൽ മറ്റ് മാർഗങ്ങൾ മുഖാന്തരമുള്ള കമ്മ്യൂണിക്കേഷനാണ്. അത് മോണിറ്റർ ചെയ്യാൻ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ഈ സപ്ലൈ ചെയിൻ കട്ട് ചെയ്യുകയും ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനൊരു സംവിധാനമുള്ള ഇല്ലാത്തിടത്തോളം കാലം അതിപ്പോഴും ആരും പറയുന്നില്ല. ഇതല്ലാതെ കണ്ടുപിടിക്കാൻ എന്താ മാർഗം? നമ്മളിപ്പോൾ പറയുന്നത് കേരളത്തിൽ വരുന്ന ഇത്രേ വരുന്നുള്ളൂ, ഇത്ര കേസെടുക്കുന്നു പറയും. കേസെടുക്കുന്ന എവിടെയാണ്? ഇത് ഏറ്റവും അവസാനത്തെ കണ്ണിയായ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന കേസുകളാണെന്ന് മുഴുവൻ. അതൊക്കെ എത്രയാണ്? 0.05 ഗ്രാം ആണ് നമ്മളിപ്പോൾ MDMA എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കഞ്ചാവാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ക്വാണ്ടിറ്റികളാണെങ്കിൽ കേസെടുക്കാറില്ല. അതുപോലെ തന്നെ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഇതൊക്കെ ബെയിലബിൾ ആണ്. ഇങ്ങനെ വരുന്ന അവസരത്തിൽ ഇത് നമ്മളെ സംബന്ധിച്ച് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? ഇതിലാകെ നമ്മൾ പഠിച്ചത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയാലും നാർക്കോട്ടിക് ബ്യൂറോയുടെ ആയാലും ശരി, അവർ പറയുന്നത് കട്ട് ദ സപ്ലൈ ചെയിൻ. ആ കട്ട് ദ സപ്ലൈ ചെയിൻ എന്നുള്ള ആശ്രയത്തോട് കൂടിയിട്ട് ഇവിടെ നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ പ്രവർത്തിക്കാനും അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ എന്തായാലും ഈ നമ്മുടെ ഈ മൊബൈൽസൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ അവരുടെ മനുഷ്യാവകാശത്തെ ധ്വംസിക്കും, അല്ലെങ്കിൽ ഫോൺ ടാപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിലേക്കൊക്കെ പോയിട്ടില്ലെങ്കിൽ നമ്മളിവിടെ കിടന്ന് ഈ നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. ചർച്ചയിലേക്ക് വേണ്ടി ശ്രീ എം വിജയൻ, ഇവിടെ BJP പ്രതിനിധി സൂചിപ്പിച്ചത് ഇവിടെ ഒരു ലിബറൽ സമൂഹ നിർമ്മിതി ഉണ്ടായതുകൊണ്ട്, സമൂഹം യാഥാസ്ഥിതികതയിൽ നിന്ന് മാറിയത് കൊണ്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അല്ല, അദ്ദേഹം ഏത് തരത്തിലാണ് ഈ ഇത്തരം ഒരു ചർച്ചയിൽ ഇങ്ങനൊരു നിലപാടിലെത്തിയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ സിലബസുകളെ സംബന്ധിച്ചിടത്തോളം ഏതോ ഇടതുപക്ഷ സമീപനം അടിച്ചേൽപ്പിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം ചർച്ചയുടെ ഭാഗമായി പറഞ്ഞത്. ഒരു ഇടതുപക്ഷ സമീപനം ഇവിടെ അടിച്ചേൽപ്പിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്തു. രാജ്യത്തിൻ്റെ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിച്ചപ്പോൾ മതനിരപേക്ഷതയിൽ അടിയുറച്ചു നിന്നുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കേരളത്തിലെ കുട്ടികൾ പഠിക്കണമെന്നതിൻ്റെ ഭാഗമായി ആ നിലയിലുള്ള അതിമനോഹരമായ ഒരു സിലബസ്, അതാണ് അങ്ങയുടെ ചർച്ചയുടെ ഇടയിൽ ഞാൻ ശ്രീ പിന്റു മഹാദേവനോട് ചോദിച്ചത്. നിങ്ങൾ അങ്ങനെ അടിച്ചേൽപ്പിച്ചു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഉദാഹരണം പറയും. അങ്ങനെ ഒരു അടിച്ചേൽപ്പിക്കലുള്ള മതനിരപേക്ഷതയിൽ അടിയുറച്ച് എന്നുള്ളൊരു സിലബസ് സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനതിലൊരു ഉദാഹരണം ഞാൻ ഈ ചർച്ചയുമായി ചേർന്നതുകൊണ്ട് 9ാം ക്ലാസ്സിലെ മലയാളം കുട്ടികൾ പഠിക്കുന്ന ഒരു മനോഹരമായ കഥയാണ് ഹരിതമോഹനം. സുസ്മേഷ് തന്ത്രത്തിൻ്റെ അതിമനോഹരമായ കഥയാണ്. എനിക്ക് തോന്നുന്നത് ഈ ആംഗിളിൽ നാം ചർച്ച ചെയ്യേണ്ട ഒരു കഥ, ഞാനത് കഥയിലേക്കൊന്നും പോകുന്നില്ല. ഫ്ലാറ്റ് ജീവിതത്തിൽ മണ്ണെന്താണെന്നും ചെടി എങ്ങനെ മുളക്കുമെന്നും അറിയാത്ത കുട്ടികളുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞൊരു കഥ മലയാളത്തിൽ കുട്ടികൾ പഠിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവർ വളർന്നു വരുന്ന രീതിയും അവർ വളർന്നു വരുന്ന ചുറ്റുപാടുകളെ കുറിച്ച് അത്തരം മനോഹരമായ സിലബസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മതനിരപേക്ഷതയിൽ ഊന്നുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം
രാജ്യത്തിന് മാതൃകയായ വിധത്തിൽ നൽകുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ഇവിടെ പോകരുത്. അതോടൊപ്പം തന്നെ ഇവിടെ ശ്രീ റോജി അദ്ദേഹം ചർച്ചയിൽ വന്നതിന് കൂട്ടം തീരെ എക്സൈസ് ഒരുപാട് കാര്യങ്ങൾ സാർ ഇവിടെ നിർവഹിക്കുന്നുണ്ട്. ടെക്നോളജിയിൽ ഒരുപാട് മാറ്റങ്ങൾ എക്സൈസ് വരുത്തിയിട്ടുണ്ട്. വളരെ ആക്റ്റീവായ എക്സൈസ് ഇടപെടുന്നതുകൊണ്ടാണല്ലോ എൻഫോഴ്സ്മെന്റിൽ ഉൾപ്പെടെ മുന്നേറ്റുണ്ടാകുന്നത്. ഇവിടെ ഇന്ന് ശ്രീ KT ജലീൽ നിയമസഭയിൽ ചോദിച്ച വളരെ പ്രധാനം, അങ്ങ് മദ്യം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം കൂടി കോട്ട് ചെയ്തു പോയതുകൊണ്ട് ചോദിച്ചതാണ്. ശ്രീ KT ജലീൽ പ്രതിപക്ഷ നേതാവിനോട് ചോദ്യം ചോദിച്ചു, പ്രതിപക്ഷത്തോട് ആകമാനം ചോദിച്ചതാണ്. അതായത് ഇനി നാളെ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മദ്യശാലകൾ അടച്ചുപൂട്ടും, ബീവറേജസ് അടച്ചുപൂട്ടും, അതുപോലെ തന്നെ ബാർ അടച്ചുപൂട്ടും, അങ്ങനെ പ്രഖ്യാപനം നിങ്ങൾ ഇപ്പോൾ തന്നെ നടത്തുമെന്നാണ്. അതിലൊരു അക്ഷരം പ്രതിപക്ഷം മിണ്ടിയിട്ടില്ല. അല്ല, ഞാൻ ഇടക്കിടക്ക് അങ്ങ് ഒരു കുത്തുന്നത് പോലെ ഈ ചർച്ചയിൽ ചില ഭാഗങ്ങൾ പരാമർശിച്ചതുകൊണ്ടാണ്. ശ്രീ KT ജലീൽ തന്നെ ഇന്ന് ചർച്ചയിൽ പറഞ്ഞ ഒരു പേരുണ്ട്, തുഷാർ ഗോയൽ. ഞാൻ അദ്ദേഹം യൂത്ത് കോൺഗ്രസുമായുള്ള ബന്ധവും 5600 കോടിയുടെ മയക്കുമരുന്ന് 2024 പിടിച്ച കേസിലെ പ്രതിയാണ്. ഞാൻ ഇതൊന്നും ചർച്ചയുടെ ഉയർത്താത്തത് നമ്മൾ ഈ ചർച്ചയുടെ ആംഗിൾ നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ചർച്ച ഇതിനായി ഡൈവേർട്ട് ചെയ്യരുത് എന്ന് ആഗ്രഹിച്ചത്. പക്ഷെ അങ്ങ് പറഞ്ഞതുകൊണ്ട് മാത്രം ഇക്കാര്യം സൂചിപ്പിച്ചു എന്നുള്ളൂ. പക്ഷേ നമ്മൾ ഗവൺമെന്റും പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒരു കാര്യം, എനിക്ക് അതുകൂടി പറഞ്ഞ് എന്റെ വർത്തമാനം അവസാനിപ്പിക്കാം. ഈ ക്രൈം സ്റ്റോറികൾ രാത്രികൾ വരുന്ന മാധ്യമങ്ങൾ ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഈ ഒരു ചെറിയ ക്രൈമിനെ ഇങ്ങനെ വിപുലപ്പെടുത്തി അതൊരു വലിയ മ്യൂസിക് ഒക്കെ ഇട്ട് ഒരു സിനിമ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമുകൾ ചില മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ അത്തരം കാര്യങ്ങളെ കൂടി നമുക്ക് ചർച്ച ചെയ്യണം. അത് വളരെ ചെറുതായിരിക്കാം എഫക്റ്റ് ഉണ്ടാക്കുന്നത്, പക്ഷെ അതും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്. അങ്ങനെ മാധ്യമങ്ങളും ഭരണപക്ഷവും പ്രതിപക്ഷവും ഗവൺമെന്റും ജനങ്ങളും കോളേജും സ്കൂളും അധ്യാപകരും പൊതുസമൂഹം എല്ലാവരും ചേർന്ന് നിൽക്കണം. ഈ മഹാവിപത്തിനെതിരായിട്ടുള്ള മഹത്തായ പോരാട്ടത്തിന് നമുക്ക് നേതൃത്വം കൊടുക്കണം. ശരി, എന്തായാലും ഒരു കളക്റ്റീവ് ആക്ഷൻ ആവശ്യമാണ് എന്നുള്ളത് അവിതർക്കിതമാണ്. വളരെ നന്ദി. 5 പേർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.